ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്റെ കുട്ടുവിനെയും കുഞ്ഞുമണിയും വിട്ട് മനസ്സിനെങ്ങും പോകത്തില്ല. കുട്ടിമണിയെ മനസ്സജൻ ആശ്വസിപ്പിക്കുന്നു. കുട്ടിമണിയെ കറണ്ട് അടുപ്പിച്ച് കൊല്ലാൻ ചെമ്പ് കമ്പി കൊണ്ട് അയ കെട്ടി കറണ്ട് കൊടുത്തവളല്ലേടി നീ. കാറിന്റെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആണോ? കുട്ടിമണിയെ ഇനി മേലിൽ ഉപദ്രവിക്കരുതെന്ന് സീത മതികലയോട് പറയുന്നു. നീ നിന്റെ പെണ്ണുമ്പിളയുടെ മോന്തക്കെട്ടൊന്ന് കൊടുക്ക. അവരുടെ കുഞ്ഞുമണിയെ അവർക്ക് വളർത്താൻ കിട്ടരുത് എന്നർത്ഥം. കുട്ടിമണിയുടെ കുഞ്ഞിനെ കുട്ടിമണിക്ക് കിട്ടരുതെന്ന് മതികല. സഞ്ജുവിന്റെ ചേട്ടനായ ചന്ദ്രുവിനെ വിളിക്കാൻ സമയമായി എന്ന് മതികല. എടുത്തിരിക്കോടാ നിന്റെയൊക്കെ നാശം. സീതയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വനജയും പൂക്കോടിയും വയലോരം വീട്ടിലെത്തുന്നുവെങ്കിലും ബാലൻ എതിർക്കുന്നു. ആ ചടങ്ങ് നടത്താനായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നു. സീതയെ വിളിച്ചോണ്ട് പോകുന്നു. സീതയെ അങ്ങനെ ആരും എങ്ങോട്ടും വിളിച്ചോണ്ട് പോകുന്നില്ല. ഇനി സംസാരിച്ചു നിന്ന് നേരം കളയണ്ട. വെയിൽ മൂക്കുന്നതിന് മുമ്പ് നമുക്കിറങ്ങാം. വിളക്കെന്തിനാ? എന്റെ തലയ്ക്ക് വെച്ച് കത്തിക്കാനോ? അയ്യോ ബാലേട്ട, എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എന്തിനാടി വിളക്ക്? വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാൻ വേണ്ടിയാ. അതാ ചടങ്ങ്. വല്യേട്ടൻ എന്തിനാ വലിയച്ചോട് വഴക്കിന് വരുന്നേ? വലിയച്ച വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോലുള്ള ആരാജാന്ന് പറഞ്ഞില്ലേ? ആരാജൻ നടക്കട്ടെ. കുട്ടിമണി, നീ ഇതിലിടപെടണ്ട. നിനക്കിതൊന്നും അറിയത്തുമില്ല. എനിക്കൊക്കെ അറിയൊക്കെ ചെയ്യാം. അറിയാവുന്നോണ്ടല്ലേ ഞാൻ അഭിപ്രായം പറഞ്ഞത്. ചുമ്മാ വലിയച്ച കഴിക്കാതെ. കണ്ടോ വലിയച്ചനെ കണ്ണ് തന്നെ കണ്ടോ? പിടിച്ചേ ഞാൻ മാറും. വലിയച്ചിക്ക് പോകാൻ ഇഷ്ടമുണ്ടെ വലിയച്ചു വെക്കും. വലിയായിട്ട് സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സമ്മതിച്ചു. വലിയച്ചി പക്കോ. ഇവിടെ ആരും വിളക്ക് എടുക്കുന്നുമില്ല, കത്തിക്കുന്നുമില്ല. ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോണുമില്ല. എന്നെ ധിക്കരിച്ചു പോയാലേ അതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല. എന്റെ ബാലേട്ടാ, ഇതിപ്പോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാക്കുന്നതിനാ. സീതയെ കൂട്ടിക്കൊണ്ടുപോകാനല്ല ഞങ്ങൾ വന്നത്. സീതയെ കൂട്ടിക്കൊണ്ട് പോകണ്ട എന്നല്ലേ പറഞ്ഞത്? സീത ഇവിടെ നിന്നോളും. ഇവിടുന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിക്കോളാം. എന്തായാലും ഇക്കാലത്ത് പ്രസവമൊക്കെ ആശുപത്രിയിലാണല്ലോ, വീട്ടിലല്ലല്ലോ. മിണ്ടാതിരിക്കരുത് നീ. അറിയാൻ വയ്യാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുത്. അമ്മാമ്മേ, ധവിലേട്ട, നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? നീ വരാതെ എങ്ങനെയാ? ഇതൊരു ചടങ്ങാ, ഒരു നാട്ടു നടപ്പ്. അത് ചെയ്തില്ലെങ്കിലേ ആരുടെയും തല പൊട്ടിത്തെറിച്ച് പോകത്തൊന്നുമില്ല. സീത വരുന്നില്ല. എന്നാ പിന്നെ ഇറങ്ങി നിങ്ങൾ ഇങ്ങോട്ട്. നാണം കെട്ട് എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ? അമ്മായി വരുന്നുണ്ടോ? വരുന്നെങ്കി വാ. നീ ഒന്നുകൂടെ ബാലനോട് പറഞ്ഞു നോക്ക്. ഒന്നല്ല, 1000 വട്ടം പറഞ്ഞാലും സീത വരുന്നില്ല. അവളെ ഇവിടുന്ന് വിടുന്നില്ല. വണ്ടി എടുത്തോ, പോവാം. എന്താ മോളെ? കഴയണ്ട. വലിയത്തിന് പ്രാന്താണ്ട വലിയച്ച വിടാത്തെ. ഞാനൊരു പേരക്കമ്പ് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നല്ല അരി കൊടുക്കുന്നു, നോക്കിക്കോ.
അന്നേരെ വല്യേട്ടൻ കരയുന്ന കേക്കാം. അന്നേരം വല്യേച്ചി തടസ്സം പിടിച്ച മണ്ണേക്കല്ലേ പറഞ്ഞേക്കാം. മോൾ ആരെയും തല്ലാനും വഴക്ക് പറയാനും ഒന്നും പോകണ്ട. ഉം. വല്യേട്ടനോട് വഴക്കുണ്ടാക്കാനും പോകണ്ട. ആ ഞാൻ വഴക്കുണ്ടാക്കും. എന്റെ വല്യേച്ചി ആര് കരയിച്ചാലും ഞാൻ വഴക്കുണ്ടാക്കും. ഉറപ്പായിട്ട് വഴക്കുണ്ടാക്കും, സത്യമായിട്ട് വഴക്കുണ്ടാക്കും, നേരായിട്ട് വഴക്കുണ്ടാക്കും. വല്യേട്ടന്റെ മനസ്സിൽ കൊറേ സങ്കടങ്ങളുണ്ട് മോളെ. അതുകൊണ്ടാ വല്യേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ സങ്കടാ? എന്നെ സങ്കടം പറയണ്ടേ? ബാക്കി എല്ലാരെയും സങ്കടപ്പെടുത്താൻ വല്യേട്ടനാരാ? അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ. പറയും. വല്യേട്ടനോട് വല്യേച്ചി അവര് വരുന്ന കാര്യം പറഞ്ഞില്ല. അത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. അതുകൊണ്ടാ വല്യേട്ടൻ വല്യേച്ചിയെ വഴക്ക് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞ വഴക്ക് പറയാനോ? അല്ലല്ലോ. എന്നാലും വല്യേച്ചി വഴക്ക് പറഞ്ഞത് ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറയും. വല്യേച്ചി കരഞ്ഞൊന്നുമല്ല. ഞാനിവിടെ വന്ന് ഒറ്റയ്ക്കിരുന്നല്ലേ ഉള്ളൂ. ഒറ്റയ്ക്കിരുന്നാലേ മനസ്സിനൊരു സമാധാനം കിട്ടും. ആണോ? ഒറ്റച്ചിരുന്ന മനസ്സിന് സമാധാനം കിട്ടുമോ? അപ്പൊ ഞാനും ഇനി സങ്കടം വരുമ്പോ എവിടെയും ഒറ്റച്ചു പോയി ഇരിക്കും. അയ്യോ എന്റെ കുട്ടിമണി, മോൾ ഒറ്റയ്ക്കിരിക്കാനൊന്നും പോവല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ കുട്ടിമണിയുടെ കൂടെ കുഞ്ഞുമണിയില്ലേ, അപ്പൊ പിന്നെ എങ്ങനെ ഒറ്റയ്ക്കാകും? അപ്പൊ വലിയച്ഛ എങ്ങനെ ഒറ്റച്ചിരിച്ചെന്ന്? വലിയച്ഛന്റെ വയറ്റ് കുട്ടാപ്പൂല്ലേ? എടാ കുട്ടാപ്പൂ, ഒരു പാട്ട നേരെ നെയ്യപ്പോ അച്ചപ്പോ മുറുക്കും ഒക്കെ ഉണ്ടടാ. നീ നിന്റെ അമ്മയോട് ഇതൊക്കെ തിന്നാൻ പറ. ഞാനും കുഞ്ഞുമണി ഇതൊക്കെ തിന്നുന്ന കാണാൻ വയ്യ. കാണാന്നാ? അതാണ്. അതെ കുട്ടാപ്പൂ പറയുക അവന് മുറുക്കും അച്ചപ്പൊക്കെ വേണമെന്ന്. വലിയ തിന്നോ? തിന്ന വലിയച്ചേ, തിന്നെ. ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ. കുട്ടാപ്പൂ പറഞ്ഞു അവനും പിന്നെ കഴിച്ചോളാം. പറ്റത്തില്ല, ഇപ്പൊ തന്നെ കഴിച്ചണം. ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ. കഴിക്ക്, നല്ല മുറുക്കാന്നേ മോളെ. വലിയ എന്നോട് മിന്നാൻ വരണ്ട, ഞാൻ കട്ടീശ. അല്ല സീതേ, സീതേ, എന്തോ? നിനക്ക് പോണോ? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ നിനക്ക് പോണോന്ന്? വേണ്ട, എനിക്ക് പോണ്ട. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നീ പറയണ്ട. നീ പോയിക്കോ. ഇനി ഞാനായിട്ട് നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് വേണ്ട. ഒരു വണ്ടി പിടിച്ച് നിന്നെ ഇപ്പൊ കൊണ്ടുവിടാം. വാ. വേണ്ടത് പറഞ്ഞില്ലേ, ഞാനങ്ങ് പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഞാനിനി ആരുടെ മനസ്സ് വിഷമിപ്പിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും വരുന്നില്ല. ഒരു കാലത്തും നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലാവത്തില്ല. എന്റെ മനസ്സ് പിടികിട്ടത്തില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ. പൊയ്ക്കോ, എല്ലാരും പൊയ്ക്കോ. ആരും ഇല്ലെങ്കിലും വയലോരം വീട്ടിലെ ബാലേന്ദ്രന്റെ ജീവിതം മുന്നോട്ട് തന്നെ പോകും. കഴിയുന്നതുവരെ പോകും. അല്ലാതെ മറ്റുള്ളവരെ പ്രതീക്ഷ നിൽക്കാനാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? അത് പറയേ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിനക്ക് എന്നോടുള്ള പെരുമാറ്റം തന്നെ. നീ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് എന്നോട് അകൽച്ചയുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നിനക്ക് ചേർത്ത് പിടിക്കാൻ തക്ക പ്രത്യേകതയുള്ള ഭർത്താവൊന്നും അല്ല ഞാൻ. പഠിപ്പില്ല, സൗന്ദര്യമില്ല, ലോകവിവരമില്ല, പത്രാസില്ല, പരിഷ്കാരമില്ല. പക്ഷെ എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നൊരു സമ്പാദ്യം കുറച്ച് നന്മയുള്ളൊരു മനസ്സാ. ഇനി ഇതിനേക്കാളും നന്മയുള്ളൊരു മനസ്സ് നീ കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അക്കാര്യത്തിലും ബാലൻ താഴെയാണോ എന്ന് എനിക്കറിയത്തില്ല. ബാലേട്ടന് ചേരാത്ത ഭാഷയിൽ ബാലേട്ടൻ സംസാരിക്കരുത്. ബാലേട്ടൻ എന്നെ പറ്റി എന്താണ് കരുതിയത്? ഭർത്താവിനെ മറ്റൊരു പുരുഷനുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു പെണ്ണാണെന്നോ? എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തയാണ്. എന്റെ ഭർത്താവിനെ മറ്റാരെക്കാളിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്.
ഇതൊന്നും വാക്കുകളിൽ മാത്രം പോരാ സീതേ. നിന്റെ സ്നേഹവും ബഹുമാനവും എനിക്കറിയാൻ പറ്റണം. അല്ലാതെ എന്നോട് മുഖം വീർപ്പിച്ച് പെരുമാറുകയും സദാസമയവും വിഷമിച്ചിരിക്കുകയും ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? എന്നോടൊപ്പമുള്ള ജീവിതം നിനക്ക് പിടിക്കുന്നില്ലെന്ന്, അങ്ങനെയല്ലേ? ബാലേട്ട, അങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ. എനിക്ക് എന്റേതായ ചില പ്രശ്നങ്ങളില്ലേ? അതുകൊള്ളാം. ഭർത്താവ് അറിയാത്ത എന്ത് പ്രശ്നമാ ഭാര്യയ്ക്കുള്ളത്? അതൊക്കെ അറിയാനും പങ്കുവയ്ക്കാനും പരിഹരിക്കാനുമല്ലേ ഭർത്താക്കന്മാര്. അത് നിനക്കറിയത്തില്ലേ? ബാലേട്ട, നീ ഒന്നും പറയണ്ട. നിനക്ക് എന്നോടൊന്നും തുറന്നു പറയാൻ വയ്യ. നിന്റെ വീട്ടുകാരോട് പറയാം, നിന്റെ മുറച്ചിറക്കനോട് പറയാം. അപ്പൊ പിന്നെ ഞാനാരാ? എന്റെ സ്ഥാനം എവിടെയാ? പറ. ഇതൊക്കെ ബാലേട്ടന്റെ തോന്നലാ. ഇതിനെല്ലാം മുകളിലാണ് എനിക്ക് ബാലേട്ടൻ. അത് ബാലേട്ടൻ മനസ്സിലാക്കുന്നില്ല. അതിന് ഞാൻ എന്ത് വേണം? നീ ഒന്നും ചെയ്യണ്ട. നിന്റെ വീട്ടുകാരെ നിരാശപ്പെടുത്തിയിട്ട് കണ്ണീരും കൈയുമായി നീ ഇവിടെ നിൽക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ആരെങ്കിലും കൂട്ടുണ്ടെന്ന് തോന്നുമ്പോഴാണല്ലോ എല്ലാം പങ്കുവയ്ക്കാൻ തോന്നുന്നേ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഉരുകി ഒലിച്ച് മണ്ണടിഞ്ഞ് പോകും ബാലേന്ദ്രൻ. അപ്പൊ എല്ലാവരുടെ പ്രശ്നങ്ങൾ തീരും. ഒരു കാര്യം ഞാൻ പറയാൻ സീതേ, നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടാവാം ഞാൻ കാരണം. പക്ഷെ ഒന്ന് നീ ഓർത്തോണം, നിന്നെ വരിഞ്ഞു മുറുക്കുന്ന ശ്വാസം മുട്ടലാണ് ബാലന് നിന്നോടുള്ള സ്നേഹം. ആ ചരടുകൾ അഴിഞ്ഞു പോകുമ്പോ നിനക്കൊരു ശൂന്യത ഫീൽ ചെയ്യും. അത് നീ കരുതുന്ന പോലെ സ്വാതന്ത്ര്യത്തിന്റെ ഒന്നുമല്ല. അന്ന് നിനക്ക് മനസ്സിലാവും എന്താണ് ബാലന്റെ സ്നേഹമെന്ന്. ഒരു മിന്നാമിനിങ്ങാണെങ്കിലും ഒരു കുഞ്ഞു മെഴുകുതിരി വിളക്കാണെങ്കിലും ആ തിരി കെട്ടുപോകുമ്പോഴേ ഇരുട്ടിന്റെ ആഴം അറിയും. അമ്മേ, അച്ഛനോടും അമ്മയോടും സങ്കടം പറയാനായിട്ടാണ് ഞാൻ വന്നത്. ഞാൻ എന്ത് ചെയ്യും അമ്മേ? അമ്മ പറയേ. ഈ വീട്ടിൽ നിന്ന് പോണമെന്ന് എനിക്കില്ല. പക്ഷെ ഞാൻ പോകാതിരുന്ന അമ്മേ, എന്റെ ബാലേട്ടനൊന്നും സംഭവിക്കരുത്. സംഭവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ ജാതകദോഷം ബാലേട്ടന്റെ തലയ്ക്ക് മീതെ പത്തി വിരിച്ചു നിൽക്കുക. ഞാൻ എങ്ങനെ ഇത് ബാലേട്ടനോട് പറയും? ഞാൻ പറഞ്ഞ ബാലേട്ടൻ വിശ്വസിക്കോ? വിഷകന്യക യോഗവുമായി വന്നു കയറിയ മരുമോള് അമ്മയുടെ മോന്റെ ജീവിതം കൂടി ഇല്ലാതാക്കുക അല്ലേ? ബാലേട്ടനോട് ഞാനായിട്ടൊന്നും പറയില്ല. ബാലേട്ടന്റെ മനസ്സ് ഞാനായിട്ട് പറഞ്ഞ് കലക്കില്ല. പക്ഷെ എനിക്ക് പോണം അമ്മേ. ഞാനൊപ്പം ഉണ്ടായിരുന്ന എന്റെ ബാലേട്ടന്റെ ജീവൻ ആപത്തെന്നാ പറയുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് അകന്നു പോണം. അകലെ നിന്നാണെങ്കിലും എനിക്ക് എന്റെ ബാലേട്ടനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. എന്റെ ബാലേട്ടൻ സുഖമായിരിക്കുന്ന കണ്ടാ മതി. ഇന്നു മുതൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ബാലേട്ടന്റെ ജീവന് പകരം എന്റെ ജീവൻ എടുക്കാൻ. എന്റെ ബാലേട്ടന് മനസ്സമാധാനം കൊടുക്കണേ അമ്മ. പുല്ലി തുമ്പികളെ തുള്ളി തുള്ളി നടപ്പാനോ, തുള്ളും പൂവൻ തുമ്പികളെ പൂവുകൾ നുള്ളി നടപ്പാനോ, തുള്ളും പുള്ളി തുമ്പികളെ തുള്ളി തുള്ളി നടപ്പാനോ. എന്റെ പൊന്നു കുട്ടികളെ ഒന്ന് തുള്ളാതിരിക്കാൻ. എന്നെ കുറ്റം പറഞ്ഞ നിന്റെ തലക്കിട്ട് തരും കേട്ടോ. തിരുമി അങ്ങോട്ട് എടുക്കണ എന്റെ കാല്. തിരുമി എടുക്കാൻ ഇത് കാലല്ലേ? തേങ്ങയൊന്നുമല്ലല്ലോ. തിരുമണ കാല് വലിയ മൂച്ചെടുത്ത കാല് പിടിച്ച് ഞാൻ വലിച്ചു താഴെ ഇടും കേട്ടോ. ഒരു ചെല്ലു
ഒന്നും അത് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അതെന്താ? എനിക്കറിയാം. അതെന്താ? എനിക്കറിയാന്നേ. അതെന്താന്നേ? ആ, ഞാൻ വീണ കുഞ്ഞുമണി വീഴുമെന്ന് മനുഷ്യനറിയാം. അതുകൊണ്ട് എന്നെ വീഴ്ചത്തില്ല. ആ, അമ്പടി കേമി. ഞാൻ ആരുടെ മാമിയൊന്നുമല്ല. മാമിയല്ല, കേമി. കേമി. ആ, മനുഷ്യ എന്താണ് അടുത്തില്ല മനുഷ്യ? എന്റെ മുതുകത്തിന് ഈ കാലിനൊക്കെ ഭയങ്കര വേദനയാ. ഈ കട്ടുറുമ്പം കടിച്ചുന്ന പോലെ വേദനയെ. അതെ, വയറ്റിലേ നമ്മുടെ കുഞ്ഞുമണി ഉള്ളതുകൊണ്ടാ. എന്താന്നറിയത്തില്ല, എന്റെ പുറത്തും ഭയങ്കര വേദന. അപ്പം മനുഷ്യന്റെ വയറ്റ് വേറെ കുഞ്ഞോനെയുണ്ടോ? ആരാ എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞോനെ മോട്ടിച്ചാ? ഞാൻ ചോദിച്ചോട്ടെ. എടി കുഞ്ഞോനെ, നീ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. എന്റെ കുട്ടിമണി, എനിക്ക് പുറത്ത് വേദന വരുന്നതേ നീ ഇങ്ങനെ എങ്ങനെ ഇടിക്കുന്നത് കൊണ്ടാ. ചുമന്നോടല്ലേ? ഞാൻ 2 ചവിട്ടും 3 തൊഴിയല്ലേ തന്നുള്ളൂ. ആ, മതിയല്ലോ. ഇനി ഉണ്ടാകാൻ പോകുന്നതിന്റെ കുത്തുപിടിയും കൂടെ ആവുമ്പോ എന്റെ കാര്യമൊക്കെ ഏതാണ്ടൊരു തീരുമാനത്തിലാവും. എന്നോട് വൈകിന് വന്ന ഞാൻ തന്റെ കുഞ്ഞുമണിയെ കൊണ്ടങ്ങോട്ട് ഇടിപ്പിച്ചും പറഞ്ഞേക്കാം. അത്രയ്ക്ക് സാമർത്ഥ്യമാണെങ്കിലേ നീ തനിയെ കാല് തിരും. വേണ്ട വേണ്ട വേണ്ട, അത് പറ്റത്തില്ല. അതെ, ഭദ്രാവ് വേണം ഭാര്യയുടെ കാല് പിടിക്കാൻ. എന്നാര് പറഞ്ഞു? അതെ, നിന്റെ കുഞ്ഞേട്ടനെ കൊച്ചേച്ചിയുടെ കാര്യത്തിലാ. എന്റെ കാലൊന്ന് തിരുമിയിരിക്കന്നെ മനുഷ്യ. തിരുമി എടുക്കുവാ. ഗർഭിണിയാണല്ലോ എന്ന് കരുതിയിട്ടാ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അത്തരം വിക്രിയുടെ പേരൊന്നും വിളിച്ചരുതെന്ന് കേട്ടാ. ഗർഭിണി എന്ന് വെച്ചാ വലിയ തെറിയല്ലേ? അല്ല, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? എത്ര പറഞ്ഞാലും കേൾക്കൂല സാധനം. ഇത് തന്നെ. ഹായ് കുട്ടിമണി. ഇതാണ് നമ്മളെ രക്ഷിക്കാൻ ദൈവം ആരുടെയെങ്കിലും രൂപത്തിൽ വരുമെന്ന് പറയുന്നത്. നീ അങ്ങനെ വന്നേ? ഈ പിച്ചള വന്നതുകൊണ്ടാണല്ലോ ഞാൻ നിന്റെ തടവ് ശിക്ഷ രക്ഷപ്പെട്ടത്. മൂച്ചേട്ടൻ ഇടിയറങ്ങടാ. പിത്തല ഇപ്പൊ പോവല്ലോ. നീ എന്നെ എണീപ്പിക്കാൻ. അതിന് ഞാൻ വേണമല്ലോ ഇതെന്താണ് ഭായി രണ്ടുപേരും കൂടി ഒരു തർക്കം? ഏയ്, ഒന്നുമില്ല ഭായി. ഇവളെ എന്നെ കൊണ്ട് കാല് തിരുമിക്കുമായിരുന്നു. എന്നിട്ട് ഇവളുടെ വക വലിയൊരു കണ്ടെത്തലും, ഭർത്താവ് ഭാര്യയുടെ കാല് തിരുമണമെന്ന്. അതെല്ലാ ഭാര്യമാരുടെയും ആഗ്രഹമായി. ഭർത്താവ് പുകഴ്ത്തുക, ഭർത്താവ് അനുസരണയോടെ നിൽക്കുക, അവര് ചിന്തിക്കുന്ന പോലെയൊക്കെ നടക്കുക, ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളുടെ ആഗ്രഹം. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ഭാര്യ പുകഴ്ത്തുന്ന കാര്യത്തിൽ മിടുക്കനാ. അതുകൊണ്ടെന്താ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നാ പിന്നെ മനുഷ്യൻ എന്നെ കൂടെ അങ്ങ് പൂഴ്ത്തി മനുഷ്യ. നിന്നെ എവിടെയെങ്കിലും കൊണ്ട് പൂഴ്ത്തി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എടി, പുകഴ്ത്തുക, അഭിനന്ദിക്കുക, അഭിനന്ദിക്കുക. എന്നാ പിന്നെ എന്നെ അങ്ങ് അനുബന്ധിച്ചോ? മിടിപിടിക്കുകയാണേ. എനിക്ക് വരുമ്പോ ഓറഞ്ച് കൊണ്ടുവരുന്നുണ്ട്. എന്തേ? അയ്യോ കുട്ടിമണി, പിച്ചള ഓറഞ്ച് വാങ്ങിച്ചതാ. എന്നിട്ടത് വയലിൽ കാക്ക കൊത്തി കൊണ്ടുപോയാ? കാക്ക കൊണ്ടുപോയില്ല, കാക്കി കൊണ്ടുപോയി. കാക്കിയോ? എന്തുപറ്റി ഭായി? കാക്കി എന്ന് പറഞ്ഞ പോലീസ്, നിയമം, നിയമത്തിന്റെ കളറ്. അതിൽപ്പെട്ട ഒരാൾ മേടിച്ചു കൊണ്ടുപോയി. ഭായിയുടെ കയ്യിലിരുന്ന ഓറഞ്ച് പോലീസ് കൊണ്ടുപോയെന്നോ? ഭായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഭായി, കള്ളന്റെ കയ്യിൽ എന്ത് കണ്ടാലും അത് മോഷണം മുതലാന്ന പോലീസിന്റെ ധാരണ. ഞാൻ ഓറഞ്ച് കൊണ്ടുവരുമ്പം ഹൈവേ പോലീസിന്റെ ഒരു ജീപ്പ് അടുത്തു കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ടെന്താ, എവിടുന്നാടാ ഓറഞ്ച് എന്ന് ചോദിച്ചു. അവന്മാര് ഓറഞ്ച് അങ്ങ് എടുത്തോണ്ട് പോയി. എന്നിട്ട് ആ പരമദ്രോഹികൾ വണ്ടിക്കകത്തുനിന്ന് ഓറഞ്ചും തിന്ന് തോടോണ്ട് എനിക്കിട്ട് അങ്ങോട്ട് എറിഞ്ഞു. അതാണ് ഭായി പോലീസ്. എന്റെ മാറിനപ്പാ ആ പോലീസിനിട്ട് നല്ല ഇടി പറഞ്ഞേ. ആ ബായ്, ഞാൻ വേറൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എനിക്ക് പരിചയമുള്ള ഒരു സ്വാമി പല സ്ഥലങ്ങളിലായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരാളാ. പക്ഷേങ്ക് നല്ല അറിവുള്ള ആളാ. വരാൻ പോണ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ള ആളാ. ഞാൻ ഇന്ന് രാവിലെ ആ സ്വാമിയെ അപ്രതീക്ഷിതമായി കണ്ടു, അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്. എന്നിട്ട് പിച്ചളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചോ? എന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചോദിക്കാനാ ബായി? ഞാൻ ഒറ്റ തടിയായിട്ട് ജീവിക്കുന്നവൻ, ഒറ്റയ്ക്ക് നടക്കുന്നവൻ, അവന്റെ മുന്നിൽ ഒറ്റയടി പാത എപ്പോഴും കാണുന്ന. ഞാൻ ചോദിച്ചത് ബായിയെ പറ്റിയും കുട്ടിമണിയെ പറ്റിയൊക്കെയാ. ആ, സുഖാന്ന് പറഞ്ഞു. ആ ബായ്, സ്വാമി പറഞ്ഞ കാര്യങ്ങളിൽ സുഖകരമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്നതാ ബായ്? ബായ് ഇങ്ങോട്ട് വന്നേ. എന്താ പിച്ചളെ, എന്താ പ്രശ്നം? അല്ല, കുട്ടിമണിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് സ്വാമി പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് സ്വാമി മനക്കണ്ണിൽ കാണുന്നത് അങ്ങോട്ട് പറയും. ശത്രുക്കളുടെ നടുക്കാണ് കുട്ടിമണിയും കുഞ്ഞെന്ന് എന്നോട് പറഞ്ഞു.
നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ രണ്ടിലൊരാളെ നമുക്ക് നഷ്ടാവെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോരായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കാ പാതി. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. അല്ലേ മനുഷ്യ? ഒന്നുമില്ല. അതെ മതി, ഞാൻ കുറെ നേരമായി മതി ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. നീ പെൺകുട്ടിയൊന്നും അല്ലല്ലോ ഒറ്റയ്ക്ക് നിന്നെന്ന് വെച്ച് പേടി കിട്ടാൻ. അല്ല മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ ദേ, നീ അങ്ങനെ പണയൊന്നും വേണ്ട. എനിക്ക് ഇറങ്ങി വരാനും നിന്നെ കാണാനും ഒക്കെ അതിന്റേതായ സമയം കാണും, അതിന്റേതായ ബുദ്ധിമുട്ടും കാണും. നീ അതൊക്കെ അങ്ങ് മനസ്സിലാക്കി പോയാ മതി. ഓ സമ്മതിച്ചേ. പിന്നീടാ ചേട്ടാ ഒരു മിനിറ്റ്. എന്താണ് ഇവിടെ മതികലിയും മുറച്ചെടുക്കനുമായിട്ടൊരു മീറ്റിംഗ്? രവീട്ടനെന്താ ഇവിടെ? ഓ ഞാൻ ചുമ്മാ മെയിൻ റോഡിൽ രാഷ്ട്രീയക്കാരുടെ വക ജാഥ. ഓട്ടോക്കാരൻ ഷോർട്ട് കട്ട് പിടിച്ചു, അതുകൊണ്ട് ഞാൻ ഇതിലേ വന്നു. അല്ല, എന്തൊക്കെയുണ്ട് സഞ്ജയ് വിശേഷം? മോണവേദനയൊക്കെ പോയോ? എനിക്ക് മോണവേദന ഒന്നുമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് പലയിടത്തുനിന്നായിട്ട് തല്ല് കിട്ടുന്നോണ്ട് ചോദിച്ചതാണേ. എന്നാൽ ഇനി നിങ്ങളുടെ മീറ്റിംഗ് നടക്കട്ടെ, ഞാൻ പോവാണേ. ആരുടെ തലയെടുക്കാനാ പോകുന്നെന്ന് മുൻകൂറായിട്ടൊന്ന് പറഞ്ഞേക്കണേ. ചേട്ടൻ വിട്ടോ. മതിയുടെ ഭർത്താവ് പറഞ്ഞതൊക്കെ അർത്ഥം വെച്ച വാക്കുകളാ, എനിക്കത് മനസ്സിലാകാഞ്ഞിട്ടല്ല. രവിയേട്ടൻ ഇപ്പൊ പണ്ടത്തെ പോലെ മണ്ടനും മക്കുണനൊന്നും അല്ല, വളരെ സൂക്ഷിക്കേണ്ട കേസാ. ഒരുപാട് തവണ ആഞ്ഞടിക്കുമ്പോ ഏതിരുമ്പ് കഷ്ണവും മൂർച്ചയുള്ള ആയുധമാവുന്ന മതി അയാളൊരു മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റി, അതാണ് സത്യം. അതായിക്കോട്ടെ, ആയുധം ആർക്ക് നേരെ പ്രയോഗിക്കണമെന്ന് മതികല തീരുമാനിക്കും. നീ തൽക്കാലം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായ ആ നഴ്സിന്റെ പേര് പറ. സുവർണ. സുവർണ, നല്ല പേര്. ഞാനിപ്പോ വീട്ടിലേക്ക് പോവുക. എവിടേക്കാ മതി? വയലോരത്തേക്കാണോ? വയലോരത്തേക്കും കുയലോരത്തേക്കൊന്നും അല്ല, എന്റെ വീട്ടിലേക്ക്. നീ ആ പെണ്ണിനെ വിളിച്ച് എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കാൻ പറ. ശരി. ദേ, നിങ്ങളുടെ തലയിൽ നീ ചട്ടി ഉരാറായില്ലേ ഇതുവരെ? അതല്ല മാഡം, എപ്പോഴാ ഇവിടുത്തെ വലിയ മാഡത്തിന് പ്രാന്തളകുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. തന്നെയുമല്ല, എനിക്കിതൊക്കെ തലയിൽ വെച്ച് ശീലമായി പോയി. ഇത് കൊള്ളാം കേട്ടോ, ഒന്നും പേടിക്കണ്ട നമുക്ക്. കഴിഞ്ഞ ദിവസം എന്റെ കെട്ടിയും കള്ളും കുടിച്ചിട്ട് എന്നെ അടിക്കാൻ വന്നു. ഞാനിത് തലയിൽ വെച്ചിട്ട് തല കൊണ്ട് അങ്ങേർക്കിട്ട് ഒരൊറ്റ ഇടി കൊടുത്തു. രാത്രി 10 മണിക്ക് പോയ ബോധം പിറ്റേന്ന് രാവിലെ 10 മണിക്കാ തിരിച്ചു കിട്ടിയത്. ഓഹോ, അതെ മാഡം. സത്യത്തില് ഈ ഹെൽമറ്റ് വെക്കേണ്ടതേ ബൈക്ക് ഓടിക്കുന്നവരല്ല, കുഴപ്പക്കാര് ഭർത്താക്കന്മാരുള്ള ഭാര്യമാരാ. മോള് വേണമെങ്കിൽ ഒരെണ്ണം വെച്ചോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. പിന്നെ എന്റെ മുമ്പിൽ ഇതും വെച്ചോണ്ട് നിക്കരുതെന്ന് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അയ്യോ മാഡം, അവരുടെ ഒരു ഹെൽമറ്റ്. അമ്മ എവിടെ? മാഡം അകത്തുണ്ട്. അമ്മേ, അമ്മേ, അമ്മേ. ആരാ? ശാരദാമ്മയാണോ അതോ അച്യുതക്കുറുപ്പോ? അമ്മ, ഇത് ഞാനാ മതികല. അമ്മ, ഇത് എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്. അമ്മ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇവിടെ ശത്രുക്കൾ ആരും ഇല്ല. അറിയാം, എന്നാലും ഒരു ഉൾഭയം പോലെ. എന്നെ തേടി വരുന്ന ബാധയെ തടയാൻ പറ്റത്തില്ലല്ലോ. ബാധയുമില്ല, ഒന്നുമില്ല. ആരും ഇനി എന്റെ അമ്മയെ ഒന്നും ചെയ്യത്തില്ല. ശാരദാമ്മയുടെ ആത്മാവിന് വേദനിക്കാൻ 1-2 പണികള് മതികല ഇണക്കുന്നുണ്ട്. അതെന്താ? ഒരു സെക്കൻഡേ. ഹലോ, എവിടെ എത്തി? ജംഗ്ഷനിൽ നിന്ന് നേരെ പോര്. ക്ഷേത്രത്തിനടുത്തുള്ള വീടാ. ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. മാണിക്യമംഗലം. ഇവിടെ എത്തിയാ മതി, ഞാനുണ്ട് ഇവിടെ. വെച്ചോ. ആരാ മോളെ? കഥയിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന പുതിയൊരു കഥാപാത്രമാ സുവർണ.
ആളൊരു നേഴ്സാണ്. സുവർണ ഇനി ആശുപത്രിയിൽ പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടിയായിരിക്കും. ഇത് തന്നെയാണല്ലോ മാണിക്യമംഗലത്തെ വീട് അല്ലേ? ആ ഇത് തന്നെയാ, ഒരു സംശയം വേണ്ട. എത്ര രൂപയായി? 30 രൂപ. കൊച്ചേ, ഇവിടെ ഒരു ഭ്രാന്ത് പിടിച്ച തള്ളയുണ്ട്, സൂക്ഷിക്കണേ. ആരാ? എവിടുന്ന് വരുവാ? ഞാൻ ഇവിടുത്തെ മതികല മേഡത്തെ കാണാൻ വന്നതാ. കാണാവുന്ന ആളിന് പേരില്ലേ? എവിടുന്ന് വന്നാണെന്ന് പറയണം. പേര് സുവർണയെന്നാ. ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സാ. മാഡത്തിന് അറിയാം. നീ എനിക്ക് പോലെ ഹോം നേഴ്സ് ആകാൻ വന്നാണോടി? അയ്യോ അല്ല, ഞാൻ മാഡത്തിനെ കാണാൻ വന്നതാ. ഇങ്ങോട്ട് മാറിക്കേ. സുവർണല്ലേ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. നിങ്ങൾ ഇവളെ ഇവിടെ പിടിച്ചു നിർത്തി ഇന്റർവ്യൂ നടത്തുമായിരുന്നു അല്ലേ? അങ്ങോട്ട് മാറിയെന്നേ. വാ. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ. അമ്മേ, ഇതാ ഞാൻ പറഞ്ഞ ആള്, സുവർണ. നമസ്തേ. കാണാൻ സുന്ദരിയാണല്ലോ. ഇവള് ഏത് രാജ്യത്തെ രാജകുമാരിയാ? കാണാൻ സുന്ദരിയാണെന്നേ ഉള്ളൂ. നയാ പൈസ ഇല്ലാത്ത വീട്ടിലെയാ. എന്റെ ഫ്രണ്ട് സൂസൻ ഇല്ലേ? സൂസന്റെ വീടിന്റെ അടുത്ത് ഇവളുടെ വീട്. സൂസന ഇവളെ പറ്റി എന്നോട് പറഞ്ഞത്. നിന്നോട് സൂസനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മാഡത്തെ സഹായിക്കണമെന്ന് പറഞ്ഞു. മാഡം പറയുന്ന പോലെ അനുസരിക്കണമെന്ന്. ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ അനുസരിക്കൂ. എന്നെ മാഡം സഹായിക്കുമെങ്കിൽ ഞാൻ എന്തും അനുസരിക്കാം. കാരണം അത്രയ്ക്ക് പ്രശ്നത്തിലാണ് വീട്. നിന്റെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതാ. അമ്മയും 2 അനിയത്തിമാരും ഉണ്ട്. ബാങ്ക് ലോൺ എടുത്തും പണം പലിശയ്ക്ക് എടുത്തുമൊക്കെയാ അമ്മ എന്നെ പഠിപ്പിച്ചത്. ഇപ്പോ കടം വീട്ടാൻ കഴിയുന്നില്ല. ഇളയതുങ്ങളുടെ പഠിത്തം മുടങ്ങുന്നുള്ള അവസ്ഥയാ. അപ്പോ പണമാണ് നിന്റെ പ്രശ്നം. ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അഡ്വാൻസ് ആയി ഒരു 25,000 രൂപ ഇപ്പൊ തന്നെ നിന്റെ കയ്യിൽ വെച്ചു തരാം. നിന്റെ 5 മാസത്തെ ശമ്പളം ഏതാണ്ട് അത്രയല്ലേ വരത്തുള്ളൂ? അതെ മാഡം. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് മാഡം പറഞ്ഞില്ല. നീ ചെയ്യേണ്ടതായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. എന്തായാലും 2 പേരുകൾ നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. 1 കുട്ടിമണി, 2 സീതാ ബാലചന്ദ്രൻ. 2 പേരും ഗർഭിണികളാ. നിന്റെ ആശുപത്രിയിലാ വരുന്നത്. എന്തൊക്കെയാ നീ ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. സമ്മതിച്ചോ? സമ്മതാ മാഡം. കയ്യിലിരിക്കട്ടെ. അപ്പൊ ശരി, നീ പൊയ്ക്കോ. എന്റെ അമ്മേ, ഒരു വല്ലാത്ത കഷ്ടം തന്നെ ഇത്. ഇതുവരെ മൈലമ്മ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത്. എന്റെ ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം. രവിയണ്ണൻ അത് നടക്കും. എന്റെ നോട്ടത്തില് രവിയണ്ണൻ ഒരു കുഴപ്പേ ഉള്ളൂ, അത് ഹനുമാൻ സിൻഡ്രം. എന്തുവാ പൊന്നെ അത്? അല്ല, എന്തുവാ മൈലേ? എന്റെ പൊന്ന രവിയണ്ണ, ആദ്യം ഈ പൊന്നെ വിളി നിങ്ങളൊന്ന് നിർത്ത്. ഭാര്യമാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഒരു ഭർത്താവും പൊന്നെന്ന് വിളിക്കണമെന്നില്ല. എടീന്ന് വിളിച്ചാലും പേര് വിളിച്ചാലും നല്ല ഭാര്യമാരാണെങ്കിൽ കേട്ട് നിൽക്കും. ഞാൻ പൊന്നേന്ന് വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ടാ മൈലമ്മേ. ചില ശീലങ്ങളൊക്കെ ദുശീലങ്ങളാ, അതൊന്ന് ആദ്യം മനസ്സിലാക്ക്. എന്നിട്ട് ഒരു ആമ്പിളയാ മാറും. ഞാനിപ്പോ ഒരു ആമ്പിളയല്ലേ മൈലേ? ഒരു 60-65% ഓക്കെ. ബാലൻസ് ഞാൻ ആമ്പിള തന്നെ ആയിടും.
ഓ എന്നൊന്ന് വെച്ചിരുത്തിക്കേ. ആ, മെല്ലെ മെല്ലെ ഇരിക്ക്. അമ്മോ. ആ. എന്നെ മനുഷ്യ എഴുന്നേ. എനിക്ക് ഓരോരോ ജോലികളുണ്ട് കുട്ടു. അപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെക്കേണ്ടി വരും. അല്ലാതെ കുട്ടുവിനെ പോലെ ഭക്ഷണം ഉറക്കം ഭക്ഷണം ഉറക്കം എന്ന് പറഞ്ഞ് നടക്കല്ല. എന്നെ വെറുതെ കളിയൊക്കെ ഉണ്ടല്ലോ. അയ്യോ ഇല്ലേ, ഞാൻ ഈ കണക്കൊന്ന് എഴുതി തീർത്തോട്ടെ കേട്ടോ. മനുഷ്യൻ കുറെ നാളായില്ലേ ഇങ്ങനെ എഴുതി എഴുതി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നില്ലേ? ഇടി എല്ലാം കൂടെ ഒറ്റയടിക്ക് തീർക്കാൻ കയ്യിൽ കാശ് വേണ്ടേ? ലോട്ടറി അടിച്ചു. ലോട്ടറി വാങ്ങാനും വേണം കാശ് കേട്ടോ. മനുഷ്യ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടേ. പകൽ കിടന്നുറങ്ങി സ്വപ്പവും കണ്ടു. എന്തായിരുന്നു സ്വപ്പം? ഭയങ്കര പേടിപ്പിച്ചൊരു സ്വപ്നം കണ്ട്. എന്തായാലും പറ, ഞാൻ കേക്കട്ടെ. അതെ, ഞാൻ ചത്തുപോയെന്നാ സ്വപ്നം കണ്ട്. എന്താ കുട്ടു? മനുഷ്യ, ഞാനങ്ങ് ചത്തുപോയെന്ന്. ഒത്തിരി ആളുകളുടെ നടുക്ക് ഞാനങ്ങ് കിടക്കും ഒറ്റച്ച്. ഞാന് 2 കണ്ണും അടച്ച് ശ്വാസവും ഇല്ലാതെ ഗുമ്മെന്നും വന്ന്. കുട്ടു ഇല്ല, എന്റെ കുട്ടുവിന് ഒന്നും സംഭവിക്കത്തില്ല. അച്ഛയോടും അമ്മയോടും കുട്ടു പ്രാർത്ഥിച്ചാ മതി. മനസ്സിനും പ്രാർത്ഥിക്കാം. സ്വപ്നത്തിൽ കണ്ടോലെ ഞാൻ ചത്തുപോവാ മനുഷ്യ. എനിക്ക് പേടിയാ. എനിക്ക് എന്റെ മനുഷ്യന്റെ അടുത്ത് എങ്ങോട്ടും പോണ്ട. ചത്തു കഴിഞ്ഞാ എന്നെ കുഴിച്ചിടത്തില്ലേ മനുഷ്യ? കുട്ടുവിനൊന്നും സംഭവിക്കത്തില്ല. പറയുന്നത് കുട്ടുവിന്റെ മനസ്സിനല്ലേ. എനിക്ക് എപ്പോഴും എന്റെ മനുഷ്യന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അതുകൊണ്ടാ എന്റെ കുട്ടു എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. കുട്ടുവിന് എന്നോടുള്ള സ്നേഹം ദൈവത്തിനറിയാം. ദൈവം ഒരിക്കലും നമ്മളെ വേർപിരിക്കത്തില്ല. അതെ, എന്നാലേ എന്നെ നമുക്ക് ഇപ്പൊ തന്നെ അച്ഛനമ്മയോട് പാത്രിച്ച. ഇപ്പൊ തന്നെ നമുക്ക് അങ്ങ് പാത്രിച്ച. അച്ഛേ, അമ്മേ, ഞാനേ ഒരു പ്രത്യേക കാര്യം പറയാനാണേ ഇപ്പൊ വന്നേ. ഞാനേ കുട്ടിമണി എന്നൊരു സ്വപ്നം കണ്ടേ. അത് പറയാനായിട്ടാ ഞാനീ വിളിച്ചതേ. സ്വപ്നത്തിലെ ഞാൻ ചത്തു പോന്നായിട്ടാ കണ്ടേ. അതാ ഞാൻ വിളിച്ചേ. എനിക്ക് ചാവണ്ട അച്ഛേ, ചാവണ്ട. എനിക്ക് എന്റെ കുഞ്ഞുമണിയുടെ ഈ മനുഷ്യന്റെ കൂടെ ഒരുപാട് നാളെ ജീവിക്കണം. ചാവണ്ട അച്ഛേ, അമ്മേ, ദൈവമേ, ഈ പ്രാർത്ഥന നീ കേൾക്കണേ. എന്റെ കുട്ടിമണിയെ എനിക്കൊരിക്കലും നഷ്ടപ്പെടരുതേ. എന്റെ മരണം വരെ എന്റെ കുട്ടിമണി എന്റെ കൂടെ കാണണേ. മനുഷ്യൻ എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നേ? മനുഷ്യൻ കരയുവാനോ? പൊടി വീണതാ. ഓ, ഇവിടെ ആരുടെ കണ്ണ് നിറഞ്ഞിരുന്നാലും ഞാൻ ചോദിക്കുമ്പോ പറയും പൊടി വീണയാന്ന്. അല്ല, ഇനി മാത്രം ഈ പൊടി ഇപ്പൊ എവിടുന്നാ? പിന്നെ മനുഷ്യ, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പിന്നെ ഞാൻ സ്വപ്നം കണ്ട പോലെ ഞാനങ്ങ് ചത്തുപോവാനല്ലേ. എനിക്കങ്ങ് പേടിയാണേ. എന്റെ തലയിൽ കൂടെ ഒന്നും പോയപ്പിച്ച് കിടത്തല്ലേ. വെള്ളം പോയപ്പിട്ട് കിടത്തല്ലേ. പിന്നെ എന്നെ കിടത്തുമ്പോ പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല രാജകുമാരി ഉറങ്ങുന്ന പോലെ കിടത്തണം കേട്ടോ. കുട്ടു എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ തീ ഒന്നും കത്തിച്ചല്ലേ. എനിക്കതങ്ങ് പേടിയാ. ചൂടടിക്കത്തില്ലേ? അതൊന്നും ചെയ്യല്ലേ. പിന്നെ എനിക്ക് പലപലാന്ന് മിന്നുന്ന രാജകുമാരിയുടെ ഉടുപ്പൊക്കെ ഇട്ട് പിന്നെ മൂക്കിൽ പഞ്ഞൊന്നും വെച്ചല്ലേ. എനിക്ക് ശ്വാസം മുട്ടും. എന്നിട്ട് എന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് അവിടെ കെട്ടാവും. അത് മനുഷ്യൻ പ്രത്യേക ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ
നിർത്ത്. ഇനി മരിക്കുന്ന കാര്യം മിണ്ടി പോരുത്. എന്തായിരുന്നു അസ്ഥിത്തറയിൽ പ്രാർത്ഥന? എന്താണ് ചേർക്കാ നീ വല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അപ്പച്ചമ്മ, ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നാ സ്വപ്നം കാണാത്തത്? എന്നാ സ്വപ്നം കണ്ടത്? ഞാനങ്ങ് ചത്തുപോയിന്ന് സ്വപ്നം കണ്ടു. അങ്ങനെ സ്വപ്നം കണ്ടോ? ഞാനും കണ്ടെന്നേ. ഞാനേ ചത്തുപോയിട്ട് എന്നെ ഇങ്ങനെ പൊടപ്പിച്ച് കിടത്തിയേക്കനായിട്ട് സ്വപ്നം കണ്ടു. അത് ഞാൻ മനുഷ്യനോട് പറഞ്ഞു. കുട്ടിമണിക്കൊരു പേടി. ദുസ്വപ്നം കണ്ടതല്ലേ, എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അസ്ഥിത്തറയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ. അത് നന്നായി. ഒന്നും വരത്തില്ല മോളെ, ഒന്നും വരത്തില്ല കേട്ടോ. എന്നെ സ്വപ്നം കണ്ടെന്നാടി നീ പറഞ്ഞത്? നീ ചത്തുപോയെന്നോ? വെളുപ്പാങ്കാലത്താണോ സ്വപ്നം കണ്ടത്? വെളുപ്പാങ്കാലത്തല്ലോ ചേച്ചി, ഉറക്കത്തിലാകണ്ടേ. ഓ, നിനക്കിപ്പോ എന്താണ് അറിയേണ്ടത്? കുട്ടിമണി എപ്പോ സ്വപ്നം കണ്ട മതിയിലേക്ക് എന്താ? എനിക്കൊന്നുമില്ലേ, പക്ഷേ ആ സ്വപ്നം ഫലിക്കും, ഉറപ്പാ. പെണ്ണെ, മനുഷ്യത്വമില്ലാതെ സംസാരിച്ചാലുണ്ടല്ലോ നീ അടിമേടിക്കും. പിന്നെ ഇവിടെ എല്ലാരും അങ്ങ് തല്ലുകാരല്ലേ, ചോടിക്കേറി അടിക്കാനായിട്ട്. ദേ, ഒരു കാര്യം ഞാൻ പറയാം. ഇവള് സ്വപ്നം കണ്ടത് വെളുപ്പാങ്കാലത്താണെങ്കിലും പാതിരാത്രിക്കാണെങ്കിലും അത് ഫലിക്കും, ഉറപ്പാ. ഈ പ്രസവത്തോടെ നീ തീരൂടി. നിന്റെ കുഞ്ഞുമണിയെ കാണാൻ നിനക്ക് അവസരം കിട്ടത്തില്ല. നിർത്ത്, പറയുന്നതിനൊക്കെ ഒരു അതിരുണ്ട് കേട്ടോ. നീ അവിടെ മോന്തൊക്കെ ഒന്ന് കൊടുക്കണ ചേർക്കാം. പിന്നെ എന്നെ തല്ലിയിട്ട് നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കും. തല്ലിയതൊക്കെ മുമ്പ് കൊണ്ടു. ഇനി എന്റെ നേരെ വിരൽ ഞൊടിച്ചാലേ വിവരം അറിയും, വിവരം. കൊച്ചേച്ചി എന്തിനാ ഞാൻ ചാത്തു പോണോന്ന് പറയുന്നത്? എനിക്ക് പേടിയാ. ഞാൻ ചാവത്തില്ല. ഇല്ല, എനിക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കണം. പിന്നെ നീ ആഗ്രഹിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എടി പെണ്ണെ, ആരെപ്പ ചാവോന്ന് ആർക്കും അറിയത്തില്ല. ഈ പ്രാവുന്ന നീയാണ് നാളെ ചത്തുപോകുന്നതെങ്കിലോ? എന്നാ ഞാനങ്ങ് സഹിച്ചു. എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ. ഓ, അല്ലെങ്കിൽ ആർക്കാ വിഷമം? മുള്ളുമുരുക്ക് മറിഞ്ഞു വീണ ആരെങ്കിലും നെഞ്ചതടിച്ച് കരയൂ? ഞാൻ മുള്ളുമുരിക്കാണോ കൽപ്പവൃക്ഷമാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളിപ്പോ മുള്ളുമുരുക്കെന്ന് വിളിച്ച എന്റെ വീട്ടിൽ നിന്നേ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാ. അത് ഓർമ്മ വേണം. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ഒരു ലിസ്റ്റ് എഴുതി ദേണ്ട ആ ഭിത്തിയിലോട്ട് ആണി അടിച്ചു തൂക്കും. വരുന്നവരും പോണവരും ഒക്കെ കാണട്ടെ. മാണിക്യമംഗലത്തെ മതികല കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു ചിരട്ടത്തവിയാണെങ്കിലും അതിലെഴുതി തൂക്കും. ഞാൻ ചിലപ്പോ അത് ഫ്ലെക്സ് അടിച്ച് തൂക്കും, ചിലപ്പോ നിന്ന് പ്രസംഗിക്കും. ഞാൻ പ്രസവിച്ചു. എന്നിട്ട് എന്റെ കുഞ്ഞുമണിയെ തൂക്കിയെടുത്ത് കൊച്ചേച്ചിയുടെ മുമ്പിൽ കൂടെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നോക്കിച്ചോ. വാവോ 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 കുഞ്ഞുമണി. അതൊക്കെ നിന്റെ നടക്കാത്ത സ്വപ്നങ്ങളാ മോളെ. നീ എന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂന്നുള്ളത് നീ പ്രസവത്തോടെ തീരും കേട്ടോ. കുട്ടു ഇതൊന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട. കുട്ടുവിനൊന്നും സംഭവിക്കത്തില്ല. മനസ്സിജൻ ഇങ്ങനെ അടുത്ത് കാവലായിട്ട് ഇരിക്കുവല്ലേ. പിന്നെ മനസ്സിജനെ ഒന്ന് കവല വരെ പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ എന്റെ കുട്ടുവിന് എന്തൊക്കെയാ വേണ്ടത്? അച്ചപ്പൻ, ഉണ്ണിയപ്പൻ, നെയ്യപ്പൻ, ചീയപ്പൻ, വരാപ്പൻ, കൊയലപ്പൻ, അലുവ, ജിലേബി, പഴംപൊരി, മിച്ചറ്. ഇത്രയും മതിയോ? കുറഞ്ഞു പോയാ മോനെ? നിന്റെ കാശൊക്കെ ഉണ്ടോ? അല്ലേല് എന്റെ കാൽപ്പെട്ടിയിൽ ഒരു 10-500 രൂപ കാണും, അതെടുത്ത് തരാം. വേണ്ട പച്ചമ്മേ, ലേശം ചില്ലറ എന്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു ജോലിക്കാരൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങനാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് അഡ്വാൻസ് മേടിക്കണം. എന്തായാലും ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. കുട്ടു, പോയിട്ട് വരാമേ. ടാറ്റാ. പെണ്ണെ, നീ അറുകുല പൂതത്തിനോട് വഴക്കിനൊന്നും പോവരുത് കേട്ടോ. ഞാൻ ദേ അടുക്കളയിലോട്ട് പോവുക, നീ പോയി കിടന്ന് ഉറങ്ങ്. ഞാൻ ചത്തങ്ങാനും പോവോ? എന്നാലും എന്റെ ബാലേട്ടാ, ഇങ്ങനെ നിറവേറവായിട്ടിരിക്കുന്ന കുട്ടിമണിയെ നോക്കിയിട്ട് ഈ പ്രസവത്തോടെ നീ ചത്തുപോകുമെന്ന് പറയാനൊക്കെ എങ്ങനെ തോന്നി കലമോൾക്ക്? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമല്ലേ സീതേ. നീ ഇനി അതിൽ പിടിച്ച് അടുത്ത വഴക്കിനൊന്നും പോണ്ട. വല്ലേട്ടാ, ഞാൻ ചത്തുപോവാ വല്ലേട്ടാ. അങ്ങനെ സംഭവിച്ചോ? ചേച്ചി പറയുവാനേ ഞാൻ ചത്തുപോവല്ലോ. അങ്ങനെ ആരെങ്കിലും പറഞ്ഞെന്ന് കരുതി ചത്തുപോത്തൊന്നും ഇല്ല മോളെ. അങ്ങനെ നീ പേടിക്കണ്ട കേട്ടോ.
അതെ, എനിക്ക് ചത്തുപോകാനായിട്ട് ഭയങ്കര പേടിയാ. ചത്തുപോയാ ഞാൻ എങ്ങനെ ബിരിയാണി തിന്നും? എങ്ങനെ ഞാൻ മസാല ദോശ തിന്നും? എങ്ങനെ ആപ്പിള് ഓടച്ചു ഒക്കെ തിന്നും? അത് ഓർക്കുമ്പോ എനിക്കങ്ങ് സങ്കടം വരുവാ. അത് മാത്രല്ല വല്യേട്ടാ, ഞാൻ ചത്തുപോയാ പിന്നെ എന്റെ മനുഷ്യനാ ആരുമില്ല. എന്റെ കുഞ്ഞു മണിച്ച ആരും ഇല്ലാതായി പോകത്തില്ല. കുട്ടിമണി ഇതൊന്നും ചിന്തിക്കണ്ട കേട്ടോ. മോൾക്കൊന്നും സംഭവിക്കത്തില്ല കേട്ടോ. വിവരമില്ലാത്തവർ അങ്ങനെ പലതും പറയും. മോൾ അതൊന്നും ആലോചിക്കണ്ട കേട്ടോ. കുട്ടിമണി പ്രസവിക്കും, കുഞ്ഞുമണി വരും, കുട്ടിമണി കുഞ്ഞുമണിയെ വളർത്തും, എന്നിട്ട് അമ്മൂമ്മ ആകുന്നവരെ കുട്ടിമണി ജീവിക്കും. എനിക്ക് അമ്മൂമ്മയൊന്നും ആവണ്ട. എനിക്ക് എപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്നാ മതി. അമ്മൂമ്മ വെച്ചായാലേ എന്റെ സുന്ദരം അങ്ങ് പോവും. എനിക്ക് എപ്പോഴും രാജകുമാരിയായി അങ്ങ് ഇരുന്നാ മതി. അത് കൊള്ളാലോ. കുറെ നാള് കഴിയുമ്പോ എല്ലാവർക്കും വയസ്സാവും. മുടി നരയ്ക്കും, ശരീരം ചുക്കിച്ചുളിയും, വായിലെ പല്ലൊക്കെ അങ്ങ് പോവും. നോക്കത്തില്ല, എന്നാലും ഇരി വെച്ചാലും ഞാൻ എനിക്ക് അങ്ങനൊന്നും ആവത്തില്ലാന്ന്. കുറ്റുമണി എന്നെ ഇങ്ങനെ ഇരിച്ചേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും സംഭവിച്ചിട്ടൊന്നുമില്ല. കുറ്റുമണി എപ്പോഴും നല്ല സുന്ദരിയായി നീതിക്കായിട്ട് അങ്ങ് ഇരിച്ചു. 250 വയസ്സ് വരെ അങ്ങോട്ട് അങ്ങ് ഇരിച്ചു. അമ്പടി, അത്രയും നാള് ജീവിച്ചിരിക്കണോ? 250 വയസ്സ് വരെ? ഞാൻ ജീവിച്ചിരിച്ചു. എല്ലാരും ചത്തുപോയാലും കുറ്റുമണി ജീവിച്ചിരിച്ചു. ഇങ്ങനെ രാജകുമാരിയായിട്ട് ഇങ്ങനെ അങ്ങിരിച്ചുവല്ലോ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ മിടുക്കിയായിട്ട്. സീതേ, കലമോള് പറയുന്നതിന്റെ വാല് പിടിക്കാൻ എടുക്കാനൊന്നും നീ നിൽക്കരുത് കേട്ടോ. അതിന്റെ മാനസികാവസ്ഥ എന്താണെന്നും ലോകത്താർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. നല്ല അടി കിട്ടാത്തതിന്റെ കുഴപ്പമാ അവൾക്ക്. നീ എന്തായാലും അടിക്കാനും തെളിക്കാനും ഒന്നും നിൽക്കണ്ട. എന്നാ പിന്നെ ഞാൻ 2 ഇടി കൊടുക്കട്ടെ വല്ലേട്ടാ? അതും വേണ്ട. അതെന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടെ. നിങ്ങൾ ആരും അതിൽ ഇടപെടാൻ പോകണ്ട. പറയുന്നവര് പറഞ്ഞോണ്ടിരിക്കട്ടെ. തിരിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ബാലേട്ട? അത് വേണ്ടെന്നാ സീത പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്ക് വലുതാക്കണ്ട. ചില സമയത്ത് മിണ്ടാതിരിക്കുന്നത് ഏറ്റവും നല്ല പ്രതികരണം. ക്ഷമയാണ് ഏറ്റവും മികച്ച ആയുധം. മൗനമാണ് ഏറ്റവും മികച്ച പ്രതികാരം. കലമോളുടെ സ്വഭാവം എന്താണെന്ന് വന്നു കയറിയ കാലം തൊട്ടേ നമുക്കറിയാം. അവൾക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ എന്തിനും ഏതിനും അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും, എന്തെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെല്ലാം മറുപടി പറയാൻ പോയാൽ നമ്മുടെ നാവ് തളരത്തേ ഉള്ളൂ. പരമാവധി കലമോളുമായിട്ട് സംസാരിക്കാനുള്ള സന്ദർഭം ഒഴിവാക്കുക. നമ്മളായിട്ട് അങ്ങോട്ട് ചെല്ലുന്നല്ലോ ബാലേട്ട, അവളായിട്ട് ഇങ്ങോട്ടൊന്ന് വഴക്കുണ്ടാക്കുന്നതല്ലേ? തോട്ടിയും കെട്ടിക്കൊണ്ട് നിൽക്കുവാ വഴക്കുണ്ടാക്കാനായിട്ട്. തോട്ടിയും കെട്ടിക്കൊണ്ട് വന്നാലും കുട്ടിമണി അതിൽ കുരുങ്ങാതെ അങ്ങ് പോവുക കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയേട്ടനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മനസ്സിനോട് പറഞ്ഞാൽ മതി കേട്ടല്ലോ. ഞാൻ ക്ഷമിച്ച. പിന്നെ എപ്പോഴാന്ന് അറിയത്തില്ല എനിക്കങ്ങ് ദേഷ്യം വരുന്നേ. പിന്നെ ഞാനൊരു ചട്ടമ്പി എന്നുള്ള കാര്യം വലിയേട്ടൻ അറിയാലോ. ചട്ടമ്പിമാരെ ഒത്തിരി അങ്ങ് ക്ഷമിച്ചതൊന്നുമില്ല. എനിക്ക് ചട്ടമ്പി തരം വന്ന ഒത്തിരി അങ്ങോട്ട് വെച്ചു കൊടുക്കും ഞാൻ. എന്റെ നിരി മേടിച്ചാതിരുന്ന ഇവിടെ എല്ലാവർക്കും കൊല്ലാം. അടാരാ രവിതേ കാർ ഓടിച്ചോണ്ട് വന്നിരിക്കുന്നു. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. എന്റെ കുട്ടുവിനെയും കുഞ്ഞുമണിയും വിട്ട് മനസ്സിനെങ്ങും പോകത്തില്ല. കുട്ടിമണിയെ മനസ്സജൻ ആശ്വസിപ്പിക്കുന്നു. കുട്ടിമണിയെ കറണ്ട് അടുപ്പിച്ച് കൊല്ലാൻ ചെമ്പ് കമ്പി കൊണ്ട് അയ കെട്ടി കറണ്ട് കൊടുത്തവളല്ലേടി നീ? കാറിന്റെ ബ്രേക്ക് ആരോ മനഃപൂർവ്വം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ആണോ? കുട്ടിമണിയെ ഇനി മേലിൽ ഉപദ്രവിക്കരുതെന്ന് സീത മതികലയോട് പറയുന്നു. നീ നിന്റെ പെണ്ണുമ്പിളയുടെ മോന്തക്കെട്ടൊന്ന് കൊടുക്ക. അവരുടെ കുഞ്ഞുമണിയെ അവർക്ക് വളർത്താൻ കിട്ടരുത് എന്നർത്ഥം. കുട്ടിമണിയുടെ കുഞ്ഞിനെ കുട്ടിമണിക്ക് കിട്ടരുതെന്ന് മതികല. സഞ്ജുവിന്റെ ചേട്ടനായ ചന്ദ്രുവിനെ വിളിക്കാൻ സമയമായി എന്ന് മതികല. എടുത്തിരിക്കോടാ നിന്റെയൊക്കെ നാശം. സീതയെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വനജയും പൂക്കോടിയും വയലോരം വീട്ടിലെത്തുന്നുവെങ്കിലും ബാലൻ എതിർക്കുന്നു. ആ ചടങ്ങ് നടത്താനായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ ഇങ്ങോട്ട് വന്നു. സീതയെ വിളിച്ചോണ്ട് പോകുന്നു. സീതയെ അങ്ങനെ ആരും എങ്ങോട്ടും വിളിച്ചോണ്ട് പോകുന്നില്ല. ഇനി സംസാരിച്ചു നിന്ന് നേരം കളയണ്ട. വെയിൽ മൂക്കുന്നതിന് മുമ്പ് നമുക്കിറങ്ങാം. വിളക്കെന്തിനാ? എന്റെ തലയ്ക്ക് വെച്ച് കത്തിക്കാനോ? അയ്യോ ബാലേട്ട, എന്താ ബാലേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എന്തിനാടി വിളക്ക്? വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാൻ വേണ്ടിയാ. അതാ ചടങ്ങ്. വലിയേട്ടാ,
വല്യേട്ടൻ എന്തിനാ വല്യേച്ചയോട് വഴക്കിന് വരുന്നേ? വല്യേച്ച വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോലുള്ള ആരാജാന്ന് പറഞ്ഞില്ലേ? ആരാജം നടക്കട്ടെന്നേ. കുട്ടിമണി, നീ ഇതിൽ ഇടപെടണ്ട. നിനക്കിതൊന്നും അറിയത്തുമില്ല. എനിക്കൊക്കെ അറിയൊക്കെ ചെയ്യാം. അറിയാവുന്നോണ്ടല്ലേ ഞാൻ അഭിപ്രായം പറഞ്ഞത്. ചുമ്മാ വല്യേച്ച കഴിക്കാതെ. കണ്ടോ വല്യേച്ചയുടെ കണ്ണ് തന്നെ കണ്ടോ? പിടിച്ചേ പിടിച്ചേ. ഞാൻ മാറും. വല്യേച്ചി, വല്യേച്ചിക്ക് പോകാൻ ഇഷ്ടമുണ്ടെ വല്യേച്ചി വെക്കും. വല്യേട്ട് സമ്മതിച്ചില്ലെങ്കിലും ഞാൻ സമ്മതിച്ചു. വല്യേച്ചി പക്ക പക്കോ. ഇവിടെ ആരും വിളക്ക് എടുക്കുന്നുമില്ല, കത്തിക്കുന്നുമില്ല. ഇവിടെ നിന്ന് ആരും എങ്ങോട്ടും പോണുമില്ല. എന്നെ ധിക്കരിച്ചു പോയാലേ അതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല. എന്റെ ബാലേട്ടാ, ഇതിപ്പോ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാക്കുന്നതിനാ. സീതയെ കൂട്ടിക്കൊണ്ടുപോകാനല്ല ഞങ്ങൾ വന്നത്. സീതയെ കൂട്ടിക്കൊണ്ട് പോകണ്ട എന്നല്ലേ പറഞ്ഞത്? സീത ഇവിടെ നിന്നോളും. ഇവിടുന്ന് ഞങ്ങൾ ആശുപത്രി കൊണ്ടുപോയിക്കോളാം. എന്തായാലും ഇക്കാലത്ത് പ്രസവമൊക്കെ ആശുപത്രിയിലാണല്ലോ, വീട്ടിലല്ലല്ലോ. മിണ്ടാതിരിക്കടി നീ. അറിയാൻ വയ്യാത്ത കാര്യത്തിൽ അഭിപ്രായം പറയരുത്. അമ്മാമ്മേ, നവിലേട്ട, നിങ്ങൾ പോയിക്കോ, ഞാൻ വരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? നീ വരാതെ എങ്ങനെയാ? ഇതൊരു ചടങ്ങാ, ഒരു നാട്ടു നടപ്പ്. അത് ചെയ്തില്ലെങ്കിലേ ആരുടെയും തല പൊട്ടിത്തെറിച്ച് പോകത്തൊന്നുമില്ല. സീത വരുന്നില്ല. എന്നാ പിന്നെ ഇറങ്ങി നിങ്ങൾ ഇങ്ങോട്ട്. നാണം കെട്ട് എന്തിനാ നീ ഇവിടെ നിൽക്കുന്നേ? അമ്മായി വരുന്നുണ്ടോ? വരുന്നെങ്കി വാ. നീ ഒന്നുകൂടെ ബാലനോട് പറഞ്ഞു നോക്ക്. ഒന്നല്ല, 1000 വട്ടം പറഞ്ഞാലും സീത വരുന്നില്ല. അവളെ ഇവിടുന്ന് വിടുന്നില്ല. വണ്ടി എടുത്തോ, പോവാം. എന്താ മോളെ? വല്യേച്ചി കരയണ്ട. വല്യത്തിന് പ്രാന്താണ്ട വല്യേച്ച വിടാത്തെ. ഞാനൊരു പേരക്കമ്പ് വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നല്ല അടി കൊടുക്കുന്നു, നോക്കിക്കോ. അന്നേരെ വല്യേറ്റൻ കരയുന്ന കേക്കാം. അന്നേരം വല്യേച്ചി തടസ്സം പിടിച്ച മണ്ണേക്കല്ലേ പറഞ്ഞേക്കാം. മോൾ ആരെയും തല്ലാനും വഴക്ക് പറയാനും ഒന്നും പോകണ്ട. വല്യേട്ടനോട് വഴക്കുണ്ടാക്കാനും പോകണ്ട. ഞാൻ വഴക്കുണ്ടാക്കും. എന്റെ വല്യേച്ചി ആര് കരയിച്ചാലും ഞാൻ വഴക്കുണ്ടാക്കും. ഉറപ്പായിട്ട് വഴക്കുണ്ടാക്കും, സത്യമായിട്ട് വഴക്കുണ്ടാക്കും, നേരായിട്ട് വഴക്കുണ്ടാക്കും. വല്യേട്ടന്റെ മനസ്സിൽ കൊറേ സങ്കടങ്ങളുണ്ട് മോളെ. അതുകൊണ്ടാ വല്യേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നെ സങ്കടം പറയണ്ടേ? ബാക്കി എല്ലാരെയും സങ്കടപ്പെടുത്താൻ വല്യേട്ടനാരാ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പറയും. വല്യേട്ടനോട് വല്യേച്ചി അവര് വരുന്ന കാര്യം പറഞ്ഞില്ല. അത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. അതുകൊണ്ടാ വല്യേട്ടൻ വല്യേച്ചിയെ വഴക്ക് പറഞ്ഞു. പിന്നെ എന്ന് പറഞ്ഞ വഴക്ക് പറയാനോ? അല്ലല്ലോ. എന്നാലും വല്യേച്ചി വഴക്ക് പറഞ്ഞത് ഒട്ടും ശരിയായില്ലെന്ന് ഞാൻ പറയും. വല്യേച്ചി കരഞ്ഞൊന്നുമല്ല. ഞാനിവിടെ വന്ന് ഒറ്റയ്ക്കിരുന്നല്ലേ ഉള്ളൂ. ഒറ്റയ്ക്കിരുന്നാലേ മനസ്സിനൊരു സമാധാനം കിട്ടും. ആണോ? ഒറ്റച്ചിരുന്ന മനസ്സിന് സമാധാനം കിട്ടുമോ? അപ്പൊ ഞാനും ഇനി സങ്കടം വരുമ്പോ എവിടെയും ഒറ്റച്ചു പോയി. അയ്യോ എന്റെ കുട്ടിമണി,
മോൾ ഒറ്റയ്ക്കിരിക്കാനൊന്നും പോവല്ലേ. അങ്ങനെ ഇരിക്കുമ്പോ കുട്ടിമണിയുടെ കൂടെ കുഞ്ഞുമണിയില്ലേ, അപ്പൊ പിന്നെ എങ്ങനെ ഒറ്റയ്ക്കാകും? അപ്പൊ വലിയച്ഛൻ എങ്ങനെ ഒറ്റച്ചിരിച്ചെന്ന്? വലിയച്ഛന്റെ വയറ്റ് കുട്ടാപ്പൂല്ലേ? എടാ കുട്ടാപ്പൂ, ഒരു പാട്ട നേരെ നെയ്യപ്പോ അച്ചപ്പോ മുറുക്കും ഒക്കെ ഉണ്ടടാ. നീ നിന്റെ അമ്മയോട് ഇതൊക്കെ തിന്നാൻ പറ. ഞാനും കുഞ്ഞുമണി ഇതൊക്കെ തിന്നുന്ന കാണാൻ വയ്യ. കാണാന്നാ? അതാണ്. അതെ, കുട്ടാപ്പൂ പറയുക അവന് മുറുക്കും അച്ചപ്പൊക്കെ വേണമെന്ന്. വലിയ തിന്നോ? തിന്ന വലിയച്ചേ, തിന്നെ. ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ. കുട്ടാപ്പൂ പറഞ്ഞു അവനും പിന്നെ കഴിച്ചോളാം. പറ്റത്തില്ല, ഇപ്പൊ തന്നെ കഴിച്ചണം. ഞാൻ പിന്നെ കഴിച്ചോളാം മോളെ. നല്ല മുറുക്കാന്നേ മോളെ. വലിയേട്ടനോട് മിന്നാൻ വരണ്ട, ഞാൻ കട്ടീഷ. അല്ല സീതേ, സീതേ, എന്തോ? നിനക്ക് പോണോ? നിന്നോട് ചോദിച്ചു കേട്ടില്ലേ, നിനക്ക് പോണോന്ന്? വേണ്ട, എനിക്ക് പോണ്ട. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ നീ പറയണ്ട. നീ പോയിക്കോ. ഇനി ഞാനായിട്ട് നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് വേണ്ട. ഒരു വണ്ടി പിടിച്ച് നിന്നെ ഇപ്പൊ കൊണ്ടുവിടാം. വാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ കുഞ്ഞേട്ടനെ കൊച്ചേച്ചിയുടെ കാര്യത്തിലാ. എന്റെ കാലൊന്ന് തിരുമി തിരുമി എടുക്കുവാ. ഗർഭിണിയാണല്ലോ എന്ന് കരുതിയിട്ടാ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അത്തരം വിക്രിയുടെ പേരൊന്നും വിളിച്ചരുതെന്ന് കേട്ടാ. ഗർഭിണി എന്ന് വെച്ചാ വലിയ തെറിയല്ലേ? അല്ല, എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? എത്ര പറഞ്ഞാലും കേൾക്കൂല സാധനം. ഇത് തന്നെ. ഹായ് കുട്ടിമണി. ഇതാണ് നമ്മളെ രക്ഷിക്കാൻ ദൈവം ആരുടെയെങ്കിലും രൂപത്തിൽ വരുമെന്ന് പറയുന്നത്. നീ അങ്ങനെ വന്നേ? ഈ പിച്ചള വന്നതുകൊണ്ടാണല്ലോ ഞാൻ നിന്റെ തടവ് ശിക്ഷ രക്ഷപ്പെട്ടത്. മൂച്ചേട്ടൻ പിത്തല ഇപ്പൊ പോവല്ലോ. നീ അതിന് ഞാൻ വേണമല്ലോ. ഇതെന്താണ് ഭായി രണ്ടുപേരും കൂടി ഒരു തർക്കം? ഏയ് ഒന്നുമില്ല ഭായി, ഇവളെ എന്നെ കൊണ്ട് കാല് തിരുമിക്കുമായിരുന്നു. എന്നിട്ട് ഇവളുടെ വക വലിയൊരു കണ്ടെത്തലും, ഭർത്താവ് ഭാര്യയുടെ കാല് തിരുമണമെന്ന്. അതെല്ലാ ഭാര്യമാരുടെയും ആഗ്രഹമായി. ഭർത്താവ് പുകഴ്ത്തുക, ഭർത്താവ് അനുസരണയോടെ നിൽക്കുക, അവര് ചിന്തിക്കുന്ന പോലെയൊക്കെ നടക്കുക, ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങളുടെ ആഗ്രഹം. എനിക്കൊരു കൂട്ടുകാരുണ്ടായിരുന്നു, ഭാര്യ പുകഴ്ത്തുന്ന കാര്യത്തിൽ മിടുക്കനാ. അതുകൊണ്ടെന്താ, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്നാ പിന്നെ മനുഷ്യൻ എന്നെ കൂടെ അങ്ങ് പൂഴ്ത്തു മനസ്സിലാ. നിന്നെ എവിടെയെങ്കിലും കൊണ്ട് പൂഴ്ത്തി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എടി, പുകഴ്ത്തുക, അഭിനന്ദിക്കുക. എന്നാ പിന്നെ എന്നെ അനുബന്ധിച്ചോ? മിടിപിടിക്കുകയാണേ. എനിക്ക് വരുമ്പോ ഓറഞ്ച് കൊണ്ടുവരുന്നുണ്ട്. എന്തേ? അയ്യോ കുട്ടിമണി, പിച്ചള ഓറഞ്ച് വാങ്ങിച്ചതാ. എന്നിട്ടത് വയലിൽ കാക്ക കൊത്തി കൊണ്ടുപോയാ? കാക്ക കൊണ്ടുപോയില്ല, കാക്കി കൊണ്ടുപോയി. കാക്കിയോ? എന്തുപറ്റി ഭായി? കാക്കി എന്ന് പറഞ്ഞ പോലീസ്, നിയമം, നിയമത്തിന്റെ കളറ്, അതിൽപ്പെട്ട ഒരാൾ മേടിച്ചു കൊണ്ടുപോയി. ഭായിയുടെ കയ്യിലിരുന്ന ഓറഞ്ച് പോലീസ് കൊണ്ടുപോയെന്നോ? ഭായി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഭായി, കള്ളന്റെ കയ്യിൽ എന്ത് കണ്ടാലും അത് മോഷണ മുതലാന്ന പോലീസിന്റെ ധാരണ. ഞാൻ ഓറഞ്ച് കൊണ്ടുവരുമ്പം ഹൈവേ പോലീസിന്റെ ഒരു ജീപ്പ് അടുത്തു കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ടെന്താ, എവിടുന്നാടാ ഓറഞ്ച് എന്ന് ചോദിച്ചു. അവന്മാര് ഓറഞ്ച് അങ്ങ് എടുത്തോണ്ട് പോയി. എന്നിട്ട് ആ പരമദ്രോഹികൾ വണ്ടിക്കകത്തുനിന്ന് ഓറഞ്ചും തിന്ന് തോടോണ്ട് എനിക്കിട്ട് അങ്ങോട്ട് എറിഞ്ഞു. അതാണ് ഭായി പോലീസ്. എന്റെ മാറിനപ്പാ ആ പോലീസിന്റെ നല്ല ഇടി പറഞ്ഞേ. ബായ്, ഞാൻ വേറൊരു കാര്യം പറയാനും കൂടിയാ വന്നത്. എനിക്ക് പരിചയമുള്ള ഒരു സ്വാമി പല സ്ഥലങ്ങളിലായിട്ട് അലഞ്ഞു നടക്കുന്ന ഒരാളാ. പക്ഷേങ്ക നല്ല അറിവുള്ള ആളാ. വരാൻ പോണ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിവുള്ള ആളാ. ഞാൻ ഇന്ന് രാവിലെ ആ സ്വാമിയെ അപ്രതീക്ഷിതമായി കണ്ടു, അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചിട്ട്. എന്നിട്ട് പിച്ചളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചോ?
എന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചോദിക്കാനാ ബായി? ഞാൻ ഒറ്റ തടിയായിട്ട് ജീവിക്കുന്നവൻ, ഒറ്റയ്ക്ക് നടക്കുന്നവൻ. അവന്റെ മുന്നിൽ ഒറ്റയടി പാത എപ്പോഴും കാണുന്ന. ഞാൻ ചോദിച്ചത് ബായിയെ പറ്റിയും കുട്ടിമണിയെ പറ്റിയൊക്കെയാ. എനിക്ക് സുഖാന്ന് പറഞ്ഞാ? ആ സുഖാന്ന് പറഞ്ഞു. ആ ബായ്, സ്വാമി പറഞ്ഞ കാര്യങ്ങളിൽ സുഖകരമല്ലാത്ത പല കാര്യങ്ങളും ഉണ്ട്. എന്നതാ ബായ്? ബായ് ഇങ്ങോട്ട് വന്നേ. എന്താ പിച്ചളെ, എന്താ പ്രശ്നം? അല്ല, കുട്ടിമണിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണമെന്ന് സ്വാമി പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് സ്വാമി മനക്കണ്ണിൽ കാണുന്നത് അങ്ങോട്ട് പറയും. ശത്രുക്കളുടെ നടുക്കാണ് കുട്ടിമണിയും കുഞ്ഞെന്ന് എന്നോട് പറഞ്ഞു. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ രണ്ടിലൊരാളെ നമുക്ക് നഷ്ടാവെന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോരായിരുന്നു. നന്നായിട്ട് പ്രാർത്ഥിക്കാ പാതി. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. ഒന്നുമില്ല. അതെ മതി, ഞാൻ കുറെ നേരമായി മതി ഇവിടെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. നീ പെൺകുട്ടിയൊന്നും അല്ലല്ലോ ഒറ്റയ്ക്ക് നിന്നെന്ന് വെച്ച് പേടി കിട്ടാൻ. അല്ല മതി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓ ദേ, നീ അങ്ങനെ പണയൊന്നും വേണ്ട. എനിക്ക് ഇറങ്ങി വരാനും നിന്നെ കാണാനും ഒക്കെ അതിന്റേതായ സമയം കാണും, അതിന്റേതായ ബുദ്ധിമുട്ടും കാണും. നീ അതൊക്കെ അങ്ങ് മനസ്സിലാക്കി പോയാ മതി. ഓ സമ്മതിച്ചേ. പിന്നീടാ ചേട്ടാ ഒരു മിനിറ്റ്. എന്താണ് ഇവിടെ മതികലിയും മുറച്ചെടുക്കനുമായിട്ടൊരു മീറ്റിംഗ്? രവീട്ടനെന്താ ഇവിടെ? ഓ ഞാൻ ചുമ്മാ മെയിൻ റോഡിൽ രാഷ്ട്രീയക്കാരുടെ വക ജാഥ. ഓട്ടോക്കാരൻ ഷോർട്ട് കട്ട് പിടിച്ചു, അതുകൊണ്ട് ഞാൻ ഇതിലേ വന്നു. അല്ല, എന്തൊക്കെയുണ്ട് സഞ്ജയ് വിശേഷം? മോണവേദനയൊക്കെ പോയോ? എനിക്ക് മോണവേദന ഒന്നുമില്ല. അല്ല, ഇടയ്ക്കിടയ്ക്ക് പലയിടത്തുനിന്നായിട്ട് തല്ല് കിട്ടുന്നോണ്ട് ചോദിച്ചതാണേ. എന്നാൽ ഇനി നിങ്ങളുടെ മീറ്റിംഗ് നടക്കട്ടെ, ഞാൻ പോവാണേ. ആരുടെ തലയെടുക്കാനാ പോകുന്നെന്ന് മുൻകൂറായിട്ടൊന്ന് പറഞ്ഞേക്കണേ. ചേട്ടൻ വിട്ടോ. മതിയുടെ ഭർത്താവ് പറഞ്ഞതൊക്കെ അർത്ഥം വെച്ച വാക്കുകളാ, എനിക്കത് മനസ്സിലാകാഞ്ഞിട്ടല്ല. രവിയേട്ടൻ ഇപ്പൊ പണ്ടത്തെ പോലെ മണ്ടനും മക്കുണനൊന്നും അല്ല, വളരെ സൂക്ഷിക്കേണ്ട കേസാ. ഒരുപാട് തവണ ആഞ്ഞടിക്കുമ്പോ ഏതിരുമ്പ് കഷ്ണവും മൂർച്ചയുള്ള ആയുധമാവുന്ന മതി അയാളൊരു മൂർച്ചയുള്ള ആയുധമാക്കി മാറ്റി, അതാണ് സത്യം. അതായിക്കോട്ടെ, ആയുധം ആർക്ക് നേരെ പ്രയോഗിക്കണമെന്ന് മതികല തീരുമാനിക്കും. നീ തൽക്കാലം നമുക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറായ ആ നഴ്സിന്റെ പേര് പറ. സുവർണ. സുവർണ, നല്ല പേര്. ഞാനിപ്പോ വീട്ടിലേക്ക് പോവുക. എവിടേക്കാ മതി? വയലോരത്തേക്കാണോ? വയലോരത്തേക്കും കുയലോരത്തേക്കൊന്നും അല്ല, എന്റെ വീട്ടിലേക്ക്. നീ ആ പെണ്ണിനെ വിളിച്ച് എന്റെ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിക്കാൻ പറ. ശരി. ദേ, നിങ്ങളുടെ തലയിൽ നീ ചട്ടി ഉരാറായില്ലേ ഇതുവരെ? അതല്ല മാഡം, എപ്പോഴാ ഇവിടുത്തെ വലിയ മാഡത്തിന് പ്രാന്തളകുന്നെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. തന്നെയുമല്ല, എനിക്കിതൊക്കെ തലയിൽ വെച്ച് ശീലമായി പോയി. ഇത് കൊള്ളാം കേട്ടോ, ഒന്നും പേടിക്കണ്ട നമുക്ക്. കഴിഞ്ഞ ദിവസം എന്റെ കെട്ടിയും കള്ളും കുടിച്ചിട്ട് എന്നെ അടിക്കാൻ വന്നു. ഞാനിത് തലയിൽ വെച്ചിട്ട് തല കൊണ്ട് അങ്ങേർക്കിട്ട് ഒരൊറ്റ ഇടി കൊടുത്തു. രാത്രി 10 മണിക്ക് പോയ ബോധം പിറ്റേന്ന് രാവിലെ 10 മണിക്കാ തിരിച്ചു കിട്ടിയത്. ഓഹോ, അതെ മാഡം. സത്യത്തില് ഈ ഹെൽമറ്റ് വെക്കേണ്ടതേ ബൈക്ക് ഓടിക്കുന്നവരല്ല, കുഴപ്പക്കാര് ഭർത്താക്കന്മാരുള്ള ഭാര്യമാരാ. മോള് വേണമെങ്കിൽ ഒരെണ്ണം വെച്ചോ. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. പിന്നെ എന്റെ മുമ്പിൽ ഇതും വെച്ചോണ്ട് നിക്കരുതെന്ന് ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അയ്യോ മാഡം, അവരുടെ ഒരു ഹെൽമറ്റ്. അമ്മ എവിടെ? മാഡം അകത്തുണ്ട്. അമ്മേ, അമ്മേ, അമ്മേ. ആരാ? ശാരദാമ്മയാണോ അതോ അച്യുതക്കുറുപ്പോ? അമ്മ, ഇത് ഞാനാ മതികല. അമ്മ, ഇത് എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്. അമ്മ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. ഇവിടെ ശത്രുക്കൾ ആരും ഇല്ല. അറിയാം, എന്നാലും
ഒരു ഉൾഭയം പോലെ. എന്നെ തേടി വരുന്ന ബാധയെ തടയാൻ പറ്റത്തില്ലല്ലോ. ബാധയുമില്ല, ഒന്നുമില്ല. ആരും ഇനി എന്റെ അമ്മയെ ഒന്നും ചെയ്യത്തില്ല. ശാരദാമ്മയുടെ ആത്മാവിന് വേദനിക്കാൻ 1-2 പണികള് മതികല ഇണക്കുന്നുണ്ട്. അതെന്താ? ഒരു സെക്കൻഡേ. ഹലോ, എവിടെ എത്തി? ജംഗ്ഷനിൽ നിന്ന് നേരെ പോര്. ക്ഷേത്രത്തിനടുത്തുള്ള വീടാ. ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. മാണിക്യമംഗലം. ഇവിടെ എത്തിയാ മതി. ഞാനുണ്ട് ഇവിടെ. വെച്ചോ. ആരാ മോളെ? കഥയിൽ ഇന്ന് പ്രത്യക്ഷപ്പെടുന്ന പുതിയൊരു കഥാപാത്രമാ സുവർണ. ആളൊരു നേഴ്സാണ്. സുവർണ ഇനി ആശുപത്രിയിൽ പണിയെടുക്കുന്നത് നമുക്ക് വേണ്ടിയായിരിക്കും. ഇത് തന്നെയാണല്ലോ മാണിക്യമംഗലത്തെ വീട് അല്ലേ? ഇത് തന്നെയാ, ഒരു സംശയം വേണ്ട. എത്ര രൂപയായി? 30 രൂപ. കൊച്ചേ, ഇവിടെ ഒരു ഭ്രാന്ത് പിടിച്ച തള്ളയുണ്ട്, സൂക്ഷിക്കണേ. ആരാ? എവിടുന്ന് വരുവാ? ഞാൻ ഇവിടുത്തെ മതികല മേഡത്തെ കാണാൻ വന്നതാ. കാണാവുന്ന ആളിന് പേരില്ലേ? എവിടുന്ന് വന്നാണെന്ന് പറയണം. പേര് സുവർണയെന്നാ. ഇവിടുത്തെ സിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സാ. മാഡത്തിന് അറിയാം. നീ എനിക്ക് പോലെ ഹോം നേഴ്സ് ആകാൻ വന്നാണോടി? അയ്യോ അല്ല, ഞാൻ മാഡത്തിനെ കാണാൻ വന്നതാ. ഇങ്ങോട്ട് മാറിക്കേ. സുവർണല്ലേ? എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. നിങ്ങൾ ഇവളെ ഇവിടെ പിടിച്ചു നിർത്തി ഇന്റർവ്യൂ നടത്തുമായിരുന്നു അല്ലേ? അങ്ങോട്ട് മാറിയെന്നേ. വാ. ചെമ്പരത്തിപ്പൂവേ ചൊല്ല് ദേവനെ നീ കണ്ടോ. അമ്മേ, ഇതാ ഞാൻ പറഞ്ഞ ആള്, സുവർണ. നമസ്തേ. കാണാൻ സുന്ദരിയാണല്ലോ. ഇവള് ഏത് രാജ്യത്തെ രാജകുമാരിയാ? കാണാൻ സുന്ദരിയാണെന്നേ ഉള്ളൂ. നയാ പൈസ ഇല്ലാത്ത വീട്ടിലെയാ. എന്റെ ഫ്രണ്ട് സൂസൻ ഇല്ലേ? സൂസന്റെ വീടിന്റെ അടുത്ത് ഇവളുടെ വീട്. സൂസന ഇവളെ പറ്റി എന്നോട് പറഞ്ഞത്. നിന്നോട് സൂസനെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? മാഡത്തെ സഹായിക്കണമെന്ന് പറഞ്ഞു. മാഡം പറയുന്ന പോലെ അനുസരിക്കണമെന്ന്. ഞാൻ പറയുന്നത് പോലെയൊക്കെ നീ അനുസരിക്കൂ. എന്നെ മാഡം സഹായിക്കുമെങ്കിൽ ഞാൻ എന്തും അനുസരിക്കാം. കാരണം അത്രയ്ക്ക് പ്രശ്നത്തിലാണ് വീട്. നിന്റെ അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയതാ. അമ്മയും 2 അനിയത്തിമാരും ഉണ്ട്. ബാങ്ക് ലോൺ എടുത്തും പണം പലിശയ്ക്ക് എടുത്തും ഒക്കെയാ അമ്മ എന്നെ പഠിപ്പിച്ചത്. ഇപ്പോ കടം വീട്ടാൻ കഴിയുന്നില്ല. ഇളയതുങ്ങളുടെ പഠിത്തം മുടങ്ങുന്നുള്ള അവസ്ഥയാ. അപ്പോ പണമാണ് നിന്റെ പ്രശ്നം. ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അഡ്വാൻസ് ആയി ഒരു 25,000 രൂപ ഇപ്പൊ തന്നെ നിന്റെ കയ്യിൽ വെച്ചു തരാം. നിന്റെ 5 മാസത്തെ ശമ്പളം ഏതാണ്ട് അത്രയല്ലേ വരത്തുള്ളൂ? അതെ മാഡം. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് മാഡം പറഞ്ഞില്ല. നീ ചെയ്യേണ്ടതായിട്ട് പല കാര്യങ്ങളും ഉണ്ട്. എന്തായാലും 2 പേരുകൾ നീ മനസ്സിൽ കുറിച്ചു വെച്ചോ. 1 കുട്ടിമണി, 2 സീതാ ബാലചന്ദ്രൻ. 2 പേരും ഗർഭിണികളാ. നിന്റെ ആശുപത്രിയിലാ വരുന്നത്. എന്തൊക്കെയാ നീ ചെയ്യേണ്ടതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. സമ്മതിച്ചോ? സമ്മതാ മാഡം. കയ്യിലിരിക്കട്ടെ. അപ്പൊ ശരി, നീ പൊയ്ക്കോ. എന്റെ അമ്മേ, ഒരു വല്ലാത്ത കഷ്ടം തന്നെ ഇത്. ഇതുവരെ മൈലമ്മ പറഞ്ഞതുപോലെയാണ് ഞാൻ ചെയ്തത്. എന്റെ ഭാര്യ വീട്ടുകാരുടെ മുമ്പിൽ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം. രവിയണ്ണൻ അത് നടക്കും. എന്റെ നോട്ടത്തില് രവിയണ്ണൻ ഒരു കുഴപ്പേ ഉള്ളൂ. അത് ഹനുമാൻ സിൻഡ്രം. എന്തുവാ പൊന്നെ അത്? അല്ല, എന്തുവാ മൈലേ? എന്റെ പൊന്ന രവിയണ്ണ, ആദ്യം ഈ പൊന്നെ വിളി നിങ്ങളൊന്ന് നിർത്ത്. ഭാര്യമാരുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഒരു ഭർത്താവും പൊന്നെന്ന് വിളിക്കണമെന്നില്ല. എടീന്ന് വിളിച്ചാലും പേര് വിളിച്ചാലും നല്ല ഭാര്യമാരാണെങ്കിൽ കേട്ട് നിൽക്കും. ഞാൻ പൊന്നേന്ന് വിളിച്ച് ശീലിച്ചു പോയതുകൊണ്ടാ മൈലമ്മേ. ചില ശീലങ്ങളൊക്കെ ദുശീലങ്ങളാ. അതൊന്ന് ആദ്യം മനസ്സിലാക്ക്. എന്നിട്ട് ഒരു ആമ്പിളയാ മാറും. ഞാനിപ്പോ ഒരു ആമ്പിളയല്ലേ മൈലേ? ഒരു 60-65% ഓക്കെ. ബാലൻസ് ഞാൻ ആമ്പിള തന്നെ ആയിടും.
ഓ എന്നൊന്ന് വെച്ചിരുത്തിക്കേ. മെല്ലെ മെല്ലെ ഇരിക്ക്. ഞാനെങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഞാൻ ഇനി ആരുടെ മനസ്സ് വിഷമിപ്പിക്കാനോ നിയന്ത്രിക്കാനോ ഒന്നും വരുന്നില്ല. ഒരു കാലത്തും നിങ്ങൾക്കാർക്കും എന്നെ മനസ്സിലാവത്തില്ല, എന്റെ മനസ്സ് പിടികിട്ടത്തില്ല. എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ. പൊയ്ക്കോ, എല്ലാരും പൊയ്ക്കോ. ആരും ഇല്ലെങ്കിലും വയലോരം വീട്ടിലെ ബാലേന്ദ്രന്റെ ജീവിതം മുന്നോട്ട് തന്നെ പോകും, കഴിയുന്നതുവരെ പോകും. അല്ലാതെ മറ്റുള്ളവരെ പ്രതീക്ഷ നിൽക്കാനാവില്ലല്ലോ. ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? അത് പറയാൻ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നിനക്ക് എന്നോടുള്ള പെരുമാറ്റം തന്നെ, നീ തന്നെ അതൊന്ന് ചിന്തിച്ചു നോക്ക്. നിനക്ക് എന്നോട് അകൽച്ചയുണ്ടോ ഇല്ലയോ എന്ന്. അങ്ങനെ നിനക്ക് ചേർത്ത് പിടിക്കാൻ തക്ക പ്രത്യേകതയുള്ള ഭർത്താവൊന്നും അല്ല ഞാൻ. പഠിപ്പില്ല, സൗന്ദര്യമില്ല, ലോകവിവരമില്ല, പത്രാസില്ല, പരിഷ്കാരമില്ല. പക്ഷെ എനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നൊരു സമ്പാദ്യം കുറച്ച് നന്മയുള്ളൊരു മനസ്സാ. ഇനി ഇതിനേക്കാളും നന്മയുള്ളൊരു മനസ്സ് നീ കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അക്കാര്യത്തിലും ബാലൻ താഴെയാണോ എന്ന് എനിക്കറിയത്തില്ല. ബാലേട്ടന് ചേരാത്ത ഭാഷയിൽ ബാലേട്ടൻ സംസാരിക്കരുത്. ബാലേട്ടൻ എന്നെ പറ്റി എന്താണ് കരുതിയത്? ഭർത്താവിനെ മറ്റൊരു പുരുഷനുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഒരു പെണ്ണാണെന്നോ? എന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഞാൻ പൂർണ്ണ സംതൃപ്തയാണ്. എന്റെ ഭർത്താവിനെ മറ്റാരെക്കാളിലും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ്.
ഇതൊന്നും വാക്കുകളിൽ മാത്രം പോരാ സീതേ. നിന്റെ സ്നേഹവും ബഹുമാനവും എനിക്കറിയാൻ പറ്റണം. അല്ലാതെ എന്നോട് മുഖം വീർപ്പിച്ച് പെരുമാറുകയും സദാസമയവും വിഷമിച്ചിരിക്കുകയും ചെയ്താൽ അതിന്റെ അർത്ഥം എന്താ? എന്നോടൊപ്പമുള്ള ജീവിതം നിനക്ക് പിടിക്കുന്നില്ലെന്ന് അങ്ങനെയല്ലേ? ബാലേട്ട, അങ്ങനെയൊന്നും ചിന്തിച്ച് കൂട്ടല്ലേ. എനിക്ക് എന്റേതായ ചില പ്രശ്നങ്ങളില്ലേ? അതുകൊള്ളാം. ഭർത്താവ് അറിയാത്ത എന്ത് പ്രശ്നമാ ഭാര്യയ്ക്കുള്ളത്? അതൊക്കെ അറിയാനും പങ്കുവയ്ക്കാനും പരിഹരിക്കാനുമല്ലേ ഭർത്താക്കന്മാര്. അത് നിനക്കറിയത്തില്ലേ? ബാലേട്ട, നീ ഒന്നും പറയണ്ട. നിനക്ക് എന്നോടൊന്നും തുറന്നു പറയാൻ വയ്യ. നിന്റെ വീട്ടുകാരോട് പറയാം, നിന്റെ മുറച്ചിറക്കനോട് പറയാം. അപ്പൊ പിന്നെ ഞാനാരാ? എന്റെ സ്ഥാനം എവിടെയാ? പറ. ഇതൊക്കെ ബാലേട്ടന്റെ തോന്നലാ. ഇതിനെല്ലാം മുകളിലാണ് എനിക്ക് ബാലേട്ടൻ. അത് ബാലേട്ടൻ മനസ്സിലാക്കുന്നില്ല. അതിന് ഞാൻ എന്ത് വേണം? നീ ഒന്നും ചെയ്യണ്ട. നിന്റെ വീട്ടുകാരെ നിരാശപ്പെടുത്തിയിട്ട് കണ്ണീരും കൈയുമായി നീ ഇവിടെ നിൽക്കണ്ട. ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. ആരെങ്കിലും കൂട്ടുണ്ടെന്ന് തോന്നുമ്പോഴാണല്ലോ എല്ലാം പങ്കുവെക്കാൻ തോന്നുന്നേ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഉരുകി ഒലിച്ച് മണ്ണടിഞ്ഞ് പോകും ബാലേന്ദ്രൻ. അപ്പൊ എല്ലാവരുടെ പ്രശ്നങ്ങൾ തീരും. ഒരു കാര്യം ഞാൻ പറയാൻ സീതേ, നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടാവാം ഞാൻ കാരണം. പക്ഷെ ഒന്ന് നീ ഓർത്തോണം, നിന്നെ വരിഞ്ഞു മുറുക്കുന്ന ശ്വാസം മുട്ടലാണ് ബാലന് നിന്നോടുള്ള സ്നേഹം. ആ ചരടുകൾ അഴിഞ്ഞു പോകുമ്പോ നിനക്കൊരു ശൂന്യത ഫീൽ ചെയ്യും. അത് നീ കരുതുന്ന പോലെ സ്വാതന്ത്ര്യത്തിന്റെ ഒന്നുമല്ല. അന്ന് നിനക്ക് മനസ്സിലാവും എന്താണ് ബാലന്റെ സ്നേഹമെന്ന്. ഒരു മിന്നാമിനിങ്ങാണെങ്കിലും ഒരു കുഞ്ഞു മെഴുകുതിരി വിളക്കാണെങ്കിലും ആ തിരി കെട്ടുപോകുമ്പോഴേ ഇരുട്ടിന്റെ ആഴം അറിയും. അമ്മേ, അച്ഛനോടും അമ്മയോടും സങ്കടം പറയാനായിട്ടാ ഞാൻ വന്നത്. ഞാൻ എന്ത് ചെയ്യും അമ്മേ? അമ്മ പറയേ. ഈ വീട്ടിൽ നിന്ന് പോണോന്ന് എനിക്കില്ല. പക്ഷെ ഞാൻ പോകാതിരുന്ന അമ്മേ, എന്റെ ബാലേട്ടനൊന്നും സംഭവിക്കരുത്. സംഭവിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ ജാതകദോഷം ബാലേട്ടന്റെ തലയ്ക്ക് മീതെ പത്തി വിരിച്ചു നിൽക്കുക. ഞാൻ എങ്ങനെ ഇത് ബാലേട്ടനോട് പറയും? ഞാൻ പറഞ്ഞ ബാലേട്ടൻ വിശ്വസിക്കോ? വിഷകന്യക യോഗവുമായി വന്നു കയറിയ മരുമോള് അമ്മയുടെ മോന്റെ ജീവിതം കൂടി ഇല്ലാതാക്കുക അല്ലേ? ബാലേട്ടനോട് ഞാനായിട്ടൊന്നും പറയില്ല. ബാലേട്ടന്റെ മനസ്സ് ഞാനായിട്ട് പറഞ്ഞ് കലക്കില്ല. പക്ഷെ എനിക്ക് പോണം അമ്മേ. ഞാനൊപ്പം ഉണ്ടായിരുന്ന എന്റെ ബാലേട്ടന്റെ ജീവൻ ആപത്തെന്നാ പറയുന്നത്. എങ്ങനെയെങ്കിലും എനിക്ക് അകന്നു പോണം. അകലെ നിന്നാണെങ്കിലും എനിക്ക് എന്റെ ബാലേട്ടനെ ഒന്ന് കണ്ടാൽ മാത്രം മതി. എന്റെ ബാലേട്ടൻ സുഖമായിരിക്കുന്ന കണ്ടാ മതി. ഇന്നു മുതൽ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ബാലേട്ടന്റെ ജീവന് പകരം എന്റെ ജീവൻ എടുക്കാൻ. എന്റെ ബാലേട്ടന് മനസ്സമാധാനം കൊടുക്കണേ അമ്മ. പുല്ലി തുമ്പികളെ തുള്ളി തുള്ളി നടപ്പാനോ, തുള്ളും പൂവൻ തുമ്പികളെ പൂവുകൾ നുള്ളി നടപ്പാനോ, തുള്ളും പുള്ളി തുമ്പികളെ തുള്ളി തുള്ളി നടപ്പാനോ. എന്റെ പൊന്നു കുട്ടികളെ ഒന്ന് തുള്ളാതിരിക്കാൻ. എന്നെ കുറ്റം പറഞ്ഞാ നിന്റെ തല കിട്ടി തരും കേട്ടോ. തിരുമി അങ്ങോട്ട് എടുക്കണ എന്റെ കാല്. തിരുമി എടുക്കാൻ ഇത് കാലല്ലേ? തേങ്ങയൊന്നുമല്ലല്ലോ. തിരുമണ കാല് വലിയ മൂച്ചെടുത്ത കാല് പിടിച്ച് ഞാൻ വലിച്ച് താഴെ ഇടും കേട്ടോ. ഒരിച്ചിരി
ഒരിക്കലും അത് സംഭവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അതെന്താ? എനിക്കറിയാം. അതെന്താ? എനിക്കറിയാന്നേ. അതെന്താന്നേ? ആ, ഞാൻ വീണ കുഞ്ഞുമണി വീഴുമെന്ന് മനുഷ്യനറിയാം. അതുകൊണ്ട് എന്നെ വീഴ്ചത്തില്ല. അമ്പടി കേമി. ഞാൻ ആരുടെ മാമിയൊന്നുമല്ല. മാമിയല്ല, കേമി. കേമി. മനുഷ്യ, എന്താണ് അടുത്തുള്ള മനുഷ്യ? എന്റെ മുതുകത്തിന് ഈ കാലിനൊക്കെ ഭയങ്കര വേദനയാ. ഈ കട്ടുറുമ്പം കടിച്ചുന്ന പോലെ വേദനേ. അതെ, വയറ്റിലേ നമ്മുടെ കുഞ്ഞുമണി ഉള്ളതുകൊണ്ടാ. എന്താന്നറിയത്തില്ല, എന്റെ പുറത്തും ഭയങ്കര വേദന. അപ്പം മനുഷ്യന്റെ വയറ്റ് വേറെ കുഞ്ഞുമണിയുണ്ടോ? ആരാ എന്റെ വയറ്റിൽ കിടന്ന കുഞ്ഞുമണിയെ മോട്ടിച്ചാ? ഞാൻ ചോദിച്ചോട്ടെ. എടി കുഞ്ഞുമണി, നീ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. എന്റെ കുട്ടിമണി, എനിക്ക് പുറത്ത് വേദന വരുന്നതേ നീ ഇങ്ങനെ ഇങ്ങനെ ഇടിക്കുന്നത് കൊണ്ടാ. ചുമന്നോടല്ലേ? ഞാൻ 2 ചവിട്ടും 3 തൊഴിയല്ലേ തന്നുള്ളൂ. മതിയല്ലോ. ഇനി ഉണ്ടാകാൻ പോകുന്നതിന്റെ കുത്തുപിടിയും കൂടെ ആവുമ്പോ എന്റെ കാര്യമൊക്കെ ഏതാണ്ടൊരു തീരുമാനത്തിലാവും. എന്നോട് വയക്കിന് വന്ന ഞാൻ തന്റെ കുഞ്ഞുമണിയെ കൊണ്ടങ്ങോട്ട് ഇടിപ്പിച്ചും പറഞ്ഞേക്കാം. അത്രയ്ക്ക് സാമർത്ഥ്യമാണെങ്കിലേ നീ തനിയെ കാല് തിരുമ്പ്. വേണ്ട വേണ്ട വേണ്ട, അത് പറ്റത്തില്ല. അതെ, ഭദ്രാവ് വേണം ഭാര്യയുടെ കാല് പിടിക്കാൻ. എന്നാര് പറഞ്ഞു? അതെ, എന്നെ മനുഷ്യ എനിക്ക് ഓരോരോ ജോലികളുണ്ട് കുട്ടു. അപ്പൊ പല കാര്യങ്ങളും ഇങ്ങനെ എഴുതി വെക്കേണ്ടി വരും. അല്ലാതെ കുട്ടുവിനെ പോലെ ഭക്ഷണം ഉറക്കം ഭക്ഷണം ഉറക്കം എന്ന് പറഞ്ഞ് നടക്കല്ല. വെറുതെ കളിയൊക്കെ ഉണ്ടല്ലോ. അയ്യോ ഇല്ലേ, ഞാൻ ഈ കണക്കൊന്ന് എഴുതി തീർത്തോട്ടെ കേട്ടോ. മനുഷ്യൻ കുറെ നാളായല്ലോ ഇങ്ങനെ എഴുതി എഴുതിയിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നില്ലേ? ഇടി എല്ലാം കൂടെ ഒറ്റയടിക്ക് തീർക്കാൻ കയ്യിൽ കാശ് വേണ്ടേ? ലോട്ടറി അടിച്ചു. ലോട്ടറി വാങ്ങാനും വേണം കാശ് കേട്ടോ. മനുഷ്യ, ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇന്നൊരു സ്വപ്നം കണ്ടേ. പകൽ കിടന്നുറങ്ങി സ്വപ്നവും കണ്ടു. എന്തായിരുന്നു സ്വപ്നം? ഭയങ്കര പേടിപ്പിച്ചൊരു സ്വപ്നം കണ്ട്. എന്തായാലും പറ, ഞാൻ കേക്കട്ടെ. അതെ, ഞാൻ ചത്തുപോയെന്നാ സ്വപ്നം കണ്ട്. എന്താ കുട്ടു? മനുഷ്യ, ഞാനങ്ങ് ചത്തുപോയെന്ന്. ഒത്തിരി ആളുകളുടെ നടുക്ക് ഞാനങ്ങ് കിടക്കും ഒറ്റച്ച്. ഞാന് 2 കണ്ണും അടച്ച് ശ്വാസവും ഇല്ലാതെ ഗുമ്മെന്നും പറഞ്ഞ്. കുട്ടു ഇല്ല, എന്റെ കുട്ടുവിന് ഒന്നും സംഭവിക്കത്തില്ല. അച്ഛയോടും അമ്മയോടും കുട്ടു പ്രാർത്ഥിച്ചാ മതി. മനസ്സിനും പ്രാർത്ഥിക്കാം. സ്വപ്നത്തിൽ കണ്ടോലെ ഞാൻ ചത്തുപോവാ മനുഷ്യ. എനിക്ക് പേടിയാ. എനിക്ക് എന്റെ മനുഷ്യന്റെ അടുത്ത് എങ്ങോട്ടും പോണ്ട. ചത്തു കഴിഞ്ഞാ എന്നെ കുഴിച്ചിടത്തില്ലേ മനുഷ്യ? കുട്ടുവിനൊന്നും സംഭവിക്കത്തില്ല. പറയുന്നത് കുട്ടുവിന്റെ മനസ്സിനല്ലേ. എനിക്ക് എപ്പോഴും എന്റെ മനുഷ്യന്റെ അടുത്ത് തന്നെ ഇരിക്കണം. അതുകൊണ്ടാ എന്റെ കുട്ടു എപ്പോഴും എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. കുട്ടുവിന് എന്നോടുള്ള സ്നേഹം ദൈവത്തിനറിയാം. ദൈവം ഒരിക്കലും നമ്മളെ വേർപിരിക്കത്തില്ല. അതെ, എന്നാലേ എന്നെ നമുക്ക് ഇപ്പൊ തന്നെ അച്ഛനമ്മയോട് പാത്രിച്ച. ഇപ്പൊ തന്നെ നമുക്ക് അങ്ങ് പാത്രിച്ച. അച്ഛേ, അമ്മേ, ഞാനേ ഒരു പ്രത്യേക കാര്യം പറയാനാണേ ഇപ്പൊ വന്നേ. ഞാനേ കുട്ടിമണി എന്നൊരു സ്വപ്നം കണ്ടേ. അത് പറയാനായിട്ടാ ഞാൻ ഈ വിളിച്ചതേ. സ്വപ്നത്തിലെ ഞാൻ ചത്തു പോന്നായിട്ടാ കണ്ടേ. അതാ ഞാൻ വിളിച്ചേ. എനിക്ക് ചാവണ്ട അച്ഛേ, ചാവണ്ട. എനിക്ക് എന്റെ കുഞ്ഞുമണിയുടെ ഈ മനുഷ്യന്റെ കൂടെ ഒരുപാട് നാളെ ജീവിക്കണം. ചാവണ്ട അച്ഛേ, അമ്മേ, ദൈവമേ, ഈ പ്രാർത്ഥന നീ കേൾക്കണേ. എന്റെ കുട്ടിമണിയെ എനിക്കൊരിക്കലും നഷ്ടപ്പെടരുതേ. എന്റെ മരണം വരെ എന്റെ കുട്ടിമണി എന്റെ കൂടെ കാണണേ. മനുഷ്യൻ എന്താ കണ്ണു നിറഞ്ഞിരിക്കുന്നേ? മനുഷ്യൻ കരയുവാനോ?
ഇല്ല ആ, കണ്ണില് പൊടി വീണതാ കുട്ടു. ഓ ഇവിടെ ആരുടെ കണ്ണ് നിറഞ്ഞിരുന്നാലും ഞാൻ ചോദിക്കുമ്പോ പറയും പൊടി വീണയാന്ന്. അല്ല ഇനി മാത്രം ഈ പൊടി ഇപ്പൊ എവിടുന്നാ? പിന്നെ മനുഷ്യ, അതെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പിന്നെ ഞാൻ സ്വപ്നം കണ്ട പോലെ ഞാനങ്ങ് ചത്തുപോവാനല്ലേ. എനിക്കങ്ങ് പേടിയാണേ. എന്റെ തലയിൽ കൂടെ ഒന്നും പോയപ്പിച്ച് കിടത്തല്ലേ, വെള്ളം പോയപ്പിട്ട് കിടത്തല്ലേ. പിന്നെ എന്നെ കിടത്തുമ്പോ പട്ടുപാവാടയൊക്കെ ഇട്ട് നല്ല രാജകുമാരി ഉറങ്ങുന്ന പോലെ കിടത്തണം കേട്ടോ. കുട്ടു കുട്ടു എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ പിന്നെ തീ ഒന്നും കത്തിച്ചല്ലേ, എനിക്കതങ്ങ് പേടിയാ. ചൂടടിക്കത്തില്ലേ, അതൊന്നും ചെയ്യല്ലേ. പിന്നെ എനിക്ക് പല പലാന്ന് മിന്നുന്ന രാജകുമാരിയുടെ ഉടുപ്പൊക്കെ ഇട്ട് പിന്നെ മൂക്കിൽ പനിയൊന്നും വെച്ചല്ലേ, എനിക്ക് ശ്വാസം മുട്ടും. എന്നിട്ട് എന്നെ നല്ല സുന്ദരി കുട്ടിയായിട്ട് അവിടെ കെട്ടാവും. അത് മനുഷ്യൻ പ്രത്യേക ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ പിന്നെ മതി, നിർത്ത്. ഇനി മരിക്കുന്ന കാര്യം മിണ്ടി പോരുത്. എന്തായിരുന്നു അസ്ഥിത്തറയിൽ പ്രാർത്ഥന? എന്താണ് ചേർക്കാ നീ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല അപ്പച്ചമ്മ, ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നാ സ്വപ്നം കാണാത്തത്? എന്നാ സ്വപ്നം കണ്ടത്? ഞാനങ്ങ് ചത്തുപോയിന്ന് സ്വപ്നം കണ്ടു. അങ്ങനെ സ്വപ്നം കണ്ടോ? ഞാനും കണ്ടെന്നേ. ഞാന് ചത്തുപോയിട്ട് എന്നെ ഇങ്ങനെ പൊടപ്പിച്ച് കിടത്തിയേക്കനായിട്ട് സ്വപ്നം കണ്ടു. അത് ഞാൻ മനുഷ്യനോട് പറഞ്ഞു. കുട്ടിമണിക്കൊരു പേടി, ദുസ്വപ്നം കണ്ടതല്ലേ, എന്നോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു അസ്ഥിത്തറയുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ. അത് നന്നായി. ഒന്നും വരത്തില്ല മോളെ, ഒന്നും വരത്തില്ല കേട്ടോ. എന്നെ സ്വപ്നം കണ്ടെന്നാടി നീ പറഞ്ഞത്? നീ ചത്തുപോയെന്നോ? വെളുപ്പാങ്കാലത്താണോ സ്വപ്നം കണ്ടത്? വെളുപ്പാങ്കാലത്തല്ലോ ചേച്ചി, ഉറക്കത്തിലാകണ്ടേ. ഓ, നിനക്കിപ്പോ എന്താണ് അറിയേണ്ടത്? കുട്ടിമണി എപ്പ സ്വപ്നം കണ്ട മതിയിലേക്ക് എന്താ? എനിക്കൊന്നും ഇല്ലേ, പക്ഷേ ആ സ്വപ്നം ഫലിക്കും, ഉറപ്പാ. പെണ്ണെ, മനുഷ്യത്വമില്ലാതെ സംസാരിച്ചാലുണ്ടല്ലോ നീ അടിമേടിക്കും. പിന്നെ ഇവിടെ എല്ലാരും അങ്ങ് തല്ലുകാരല്ലേ, ചോടിക്കേറി അടിക്കാനായിട്ട്. ദേ ഒരു കാര്യം ഞാൻ പറയാം, ഇവള് സ്വപ്നം കണ്ടത് വെളുപ്പാങ്കാലത്താണെങ്കിലും പാതിരാത്രിക്കാണെങ്കിലും അത് ഫലിക്കും, ഉറപ്പാ. ഈ പ്രസവത്തോടെ നീ തീരൂടി. നിന്റെ കുഞ്ഞുമണിയെ കാണാൻ നിനക്ക് അവസരം കിട്ടത്തില്ല. നിർത്ത്, പറയുന്നതിനൊക്കെ ഒരു അതിരുണ്ട് കേട്ടോ. നീ അവിടെ മോന്തൊക്കെ ഒന്ന് കൊടുക്കണ ചേർക്കാം. പിന്നെ എന്നെ തല്ലിയിട്ട് നിങ്ങളൊക്കെ ഇവിടെ ജീവിക്കും. തല്ലിയതൊക്കെ മുമ്പ് കൊണ്ടു. ഇനി എന്റെ നേരെ വിരൽ ഞൊടിച്ചാലേ വിവരം അറിയും, വിവരം. കൊച്ചേച്ചി എന്തിനാ ഞാൻ ചാത്തു പോണോന്ന് പറയുന്നത്? എനിക്ക് പേടിയാ, ഞാൻ ചാവത്തില്ല. ഇല്ല, എനിക്ക് ഈ വീട്ടിൽ തന്നെ താമസിക്കണം. പിന്നെ നീ ആഗ്രഹിക്കുന്നത് പോലെയല്ലേ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എടി പെണ്ണെ, ആരെപ്പ ചാവോന്ന് ആർക്കും അറിയത്തില്ല. ഈ പ്രാവുന്ന നീയാണ് നാളെ ചത്തുപോകുന്നതെങ്കിലോ? എന്നാ ഞാനങ്ങ് സഹിച്ചു. എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട കേട്ടോ. ഓ, അല്ലെങ്കിൽ ആർക്കാ വിഷമം? മുള്ളുമുരുക്ക് മറിഞ്ഞു വീണ ആരെങ്കിലും നെഞ്ചതടിച്ച് കരയൂ? ഞാൻ മുള്ളുമുരിക്കാണോ കൽപ്പവൃക്ഷമാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു വെട്ടവും വെളിച്ചമൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ അത് നിങ്ങളിപ്പോ മുള്ളുമുരുക്കെന്ന് വിളിച്ച എന്റെ വീട്ടിൽ നിന്നേ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടാ. അത് ഓർമ്മ വേണം. നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതിന്റെ ഒരു ലിസ്റ്റ് എഴുതി ദേണ്ട ആ ഭിത്തിയിലോട്ട് ആണി അടിച്ചു തൂക്ക്. വരുന്നവരും പോണവരും ഒക്കെ കാണട്ടെ. മാണിക്യമംഗലത്തെ മതികല കൊണ്ടുവന്ന സാധനങ്ങൾ ഒരു ചിരട്ടത്തവിയാണെങ്കിലും അതിലെഴുതി തൂക്കും. ഞാൻ ചിലപ്പോ അത് ഫ്ലെക്സ് അടിച്ച് തൂക്കും, ചിലപ്പോ നിന്ന് പ്രസംഗിക്കും. ഞാൻ പ്രസവിച്ചു. എന്നിട്ട് എന്റെ കുഞ്ഞുമണിയെ തൂക്കിയെടുത്ത് കൊച്ചേച്ചിയുടെ മുമ്പിൽ കൂടെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. നോക്കിച്ചോ. വാവോ വാവാവോ വാവോ വാവാവോ കുഞ്ഞുമണി. അതൊക്കെ നിന്റെ നടക്കാത്ത സ്വപ്നങ്ങളാ മോളെ. നീ എന്റെ മുമ്പിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കൂന്നുള്ളത്. നീ പ്രസവത്തോടെ തീരും കേട്ടോ.